ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. സോ നിങ്ങൾ ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് കാണുന്നെങ്കിൽ വി ഡിസ്കസ് ഐഡിയാസ്, തിയറീസ്, ചിലവർക്ക് കോൺട്രവേഴ്ഷ്യൽ ടേക്കിൽ ഒപ്പീനിയനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ നമ്മുടെ കോൺട്രവേഴ്സി ചിലവർക്ക് അസ്ഥാനത്ത് കൊള്ളുന്നു എന്ന് മനസ്സിലായി തുടങ്ങി. കാരണം വേറൊന്നുമല്ല, ഈയിടെ ചെറിയൊരു ഇഷ്യൂ അങ്ങനൊന്നും അല്ല, ചെറിയൊരു കാര്യത്തിൽ നമ്മളെ കുറച്ച് പേര് ടാഗ് ചെയ്യും, സ്റ്റോറി ഇടും, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം നമ്മളത് അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അതിനകത്തോട്ട് നീ കൂടുതൽ പോകണ്ട, പുള്ളി അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. വേറൊന്നുമില്ല, നമ്മളൊരു സ്റ്റോറി ഇട്ടതാണ് നമ്മളെ പറ്റി. അപ്പോൾ പുള്ളിക്കാരുടെ ഫാൻസും ഒക്കെ നമ്മളോട് എന്ന് പറയുന്നത് നമ്മൾ മതം അല്ലെങ്കിൽ വി ആർ പ്രൊമോട്ടിങ് സനാതന ധർമ്മ, പ്രൊമോട്ടിങ് ഹിന്ദുസം, അത് നിർത്തൂ, അല്ലെങ്കിൽ സെക്യുലർ ആണെന്ന് പറയുന്നത് നിർത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പം മതം പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ മതം ഇവിടെ പറയാറില്ല, ഞങ്ങൾ പൊളിറ്റിക്സ് പറയാറുണ്ട്, ഞങ്ങൾ റിയാലിറ്റി പറയാറുണ്ട്. അങ്ങനെ ഞാൻ ചുമ്മാ അയാളുടെ പ്രൊഫൈലൊന്ന് കയറി നോക്കിയപ്പം മതം പ്രചരിപ്പിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞ ആളുടെ പേജിൽ ഇട്ടേക്കുന്നത് ബിബ്ലിയോഫൈൽ എന്നും പറഞ്ഞിട്ടാണ്. ഇതുപോലുള്ള വാണേഷുകളാണ് നമ്മളോട് ഉപദേശിക്കാൻ വരുന്നത്. ഗൈസ്, കീപ് യുവർ കൂൾ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുക. ഞങ്ങളിവിടെ മതപരമായി എന്തും നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നില്ല. വി ആർ ഓൺലി റെപ്രസെന്റിങ് ഫാക്ട്സ്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെയൊക്കെ വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ 7000-10000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളും കഥകളും കാർബൺ ഡേറ്റിങ്ങും എവിഡൻസും വെക്കുമ്പോൾ 6000 വർഷങ്ങൾക്ക് മുന്നിൽ ഭൂമി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ദൈവമാണ് ബൈബിളിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കൊള്ളും. അങ്ങനെ കൊള്ളുന്നുണ്ടെങ്കിൽ സോറി, അത് തെറ്റായ ഒരു കാര്യം ഒരു ബുക്കിൽ എഴുതി വെച്ചത് നമ്മൾ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹാർട്ടായെങ്കിൽ ഐ എം വെരി സോറി, ദ ട്രൂത്ത് ഈസ് ബിയോണ്ട് യു. ഒരു കാര്യം, ഈ ചാനലിൽ വി ഡിസ്കസ് പൊളിറ്റിക്സ്, വി ഡിസ്കസ് റിലീജിയസ് ഐഡിയാസ്, അങ്ങനെയൊക്കെ ഉള്ളപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ഐഡിയോളജീസ് അല്ലെങ്കിൽ ഫിലോസഫി ഒന്നും പുഷ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ മതമോ റിലീജിയസ് ടോപ്പിക്സ് എന്ത് പറയാനുണ്ടെങ്കിൽ ഫാക്ട്സ്, ഫിഗേഴ്സ്, ഫൈൻഡിങ്സ്, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് പുഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫാക്ട്സ് തെറ്റാന്ന് തോന്നുന്നത് നിങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്കുകൾ വേറെ ആയിരിക്കുന്നത് കൊണ്ടാവാം. NCERT മാത്രം പഠിച്ച് നമ്മൾ സ്കൂളിലും കോളേജിലും മാത്രം പഠിപ്പിച്ച് സൊസൈറ്റിയിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു നല്ലയായ കഴുതയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നത് തെറ്റാണെന്ന് തോന്നാം. നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക, നമ്മൾ 2-3 ബുക്ക് വായിക്കുക. നമ്മൾ ബിബ്ലിയോ ഫയൽ മാത്രമല്ല, നമ്മൾ പുരാണ ഫയലും ബിബ്ലിയോ ഫയലും ഖുറാനോ ഫയലുമാണ്. ഇത് 3 വായിച്ചിട്ട് 3ൻ്റെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം മാത്രം വായിച്ച് അന്ധമായിട്ടിരിക്കുന്നവർക്ക് പലതും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു. പിന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എടുത്ത് അലക്കിക്കോ, ഡോൺ വറി, ഫുൾ സപ്പോർട്ട്, ടാഗും ചെയ്യും. സോ വാട്ട് ഈസ് ടുഡേസ് ടോപ്പിക്? ടുഡേസ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പല രീതിയിലും മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്താൽ ഇൻഫർമേഷൻ വേറെയാണ് വരുന്നത്. ഇതിനെപ്പറ്റി 2 ദിവസം കഴിഞ്ഞ് പിന്നെയും സെർച്ച് ചെയ്താൽ ഇൻഫർമേഷൻ മാറി വരും. കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാറ്റ് GPT-യിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഓപ്പറേഷൻ ഹൈ ജമ്പ് എന്ന് പറയുന്നൊരു സാധനമാണ്. അതിനൊക്കെ നമുക്ക് പോവാം. നടന്ന സംഭവമാണ്, അതിനുള്ള തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ലോകത്തിന് ചുറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയണം. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാൻ പോകണം. ഇത് പറയുമ്പോഴും ചിലവർക്ക് ഹേർട്ടാവും, ബട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ബാഡ് ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, നമ്മളൊരു സിറ്റിസൺ എന്ന രീതിയിൽ നമ്മളെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ഡീൽ, FTA എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ സൈൻ ചെയ്തു. എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവാൻ രീതിയിൽ, എല്ലാ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുതിർന്നവർ കാണുന്നുണ്ടെങ്കിലോ ഈ ടേംസ് മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 10 രൂപയുടെ ഒരു ചീറ്റോസ് വാങ്ങിച്ച് എനിക്ക് അപ്പുറത്തെ ഇന്ത്യയിൽ എവിടെ വിൽക്കണമെങ്കിൽ അതിന് 10 രൂപ തന്നെയാവും. അതിന് എക്സ്ട്രാ ടാരിഫ് ഒന്നുമില്ല, ടാക്സ് അടച്ച് തന്നെയാണ് ഇന്ത്യയിൽ മൊത്തം കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സാധനം ഞാനിപ്പോൾ അടിപൊളിയായിട്ടൊരു പുതിയ ചിപ്സ് ഉണ്ടാക്കി. ഈ ചിപ്സ് ഉണ്ടാക്കിയിട്ട് എനിക്ക് നോക്കിയപ്പം യൂറോപ്യൻകാർക്ക് ഈ ചിപ്സ് ഭയങ്കര ഇഷ്ടമായി, ലണ്ടനിലോ UK-ലോ ഒക്കെ. അപ്പോൾ തന്നെ അവർക്ക് പക്ഷേ ഈ ചിപ്സ് വാങ്ങിക്കണമെങ്കിൽ, ഞാനിത് അവിടെ കൊണ്ട് വിൽക്കണമെങ്കിൽ സർക്കാരിന് തന്നെ ഏകദേശം 110-200% ടാരിഫ് അടയ്ക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഈ ചിപ്സ് അവിടെ കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കി, കപ്പലിൽ നിന്ന് കടയിൽ എത്തണമെങ്കിൽ കടക്കാരൻ ഇതിന് 10 രൂപയ്ക്കുള്ള ചിപ്സ് അല്ലെങ്കിൽ 100 രൂപയ്ക്കുള്ള ചിപ്സ് 200% ടാക്സ്, അതാകുമ്പോൾ 300 രൂപ കൊടുത്ത് വാങ്ങിക്കണം. എന്നിട്ട് അയാൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി അയാൾക്ക് ആദ്യമേ 200 രൂപ നഷ്ടമായി.
മനസ്സിലായോ? താരിഫ് അടച്ച് 200 രൂപ നഷ്ടമായി. അപ്പൊ ആ നഷ്ടവും ലാഭവും കൂടെ കൂട്ടാൻ 300 രൂപയുള്ള സാധനത്തിന് 500-ന് മുകളിൽ വിറ്റാലേ അയാൾക്ക് 1 രൂപയെങ്കിലും ലാഭം കിട്ടും. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 510 രൂപയ്ക്ക് വിറ്റാലേ അവിടെ 10 രൂപ എനിക്ക് ലാഭം കിട്ടും. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ അത് എടുത്ത് മാറ്റുകയാണ്. യൂറോപ്പിലേക്ക് നമുക്ക് ഇനിയും എൻട്രി വരികയാണ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം ഇപ്പം സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും എല്ലാം എൻ്റെയും നിൻ്റെ എല്ലാം ഫീഡുകൾ ഉൾപ്പെടെ വരുന്നത് ബെൻസിന് വില കുറഞ്ഞു, ജർമ്മൻ കാർസിന് വില കുറഞ്ഞു, എന്താ പറയുന്ന ഓഡിക്ക് വില കുറഞ്ഞു, അല്ലെങ്കിൽ മെഴ്സീഡീസിന് വില കുറഞ്ഞു, BMW-ന് വില കുറഞ്ഞു. ഗൈസ്, ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചോട്ടെ, ഇത് എന്നെയോ നിന്നെയോ നിങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ എടുക്കാൻ പോകുന്നവരെ അഫക്ട് ചെയ്യുമ്പോൾ അതെ അതെ. ഞാൻ കാര്യം പറയട്ടെ, 40 അല്ലെങ്കിൽ 87 ലക്ഷം രൂപയുടെ വണ്ടിക്ക് 83 ലക്ഷം ആവുന്നത് എന്നെയോ നിങ്ങളെയോ ആരെങ്കിലും അഫക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. ഇത് സത്യം പറഞ്ഞാൽ ന്യൂസ് മീഡിയ നമ്മളെ ഈ ട്രാപ്പിനകത്ത് വെച്ചേക്കാണ്. ഈ BMW-ന്റെ വില, ഞാനൊരു BMW ഇപ്പോഴൊന്നും എടുക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തിനു സംശയിക്കണം? ഗൈസ്, നിങ്ങൾ വേറൊരു ആസ്പെക്റ്റിൽ ഇത് ഓപ്പൺ അപ്പ് ആവുന്ന പോസിബിലിറ്റീസ് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് ഒരുത്തം പോലും സംസാരിക്കും. നമ്മളെ അത് മനഃപൂർവ്വം കാണാനോ കേൾക്കാനോ അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ കാറ്, ബൈക്ക് അതെല്ലാം വിട്ടേക്കൂ. നിങ്ങൾക്കും ഞങ്ങൾക്കും ഉപകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ഫാദറിനോ നിങ്ങളുടെ മദറിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടെങ്കിൽ നൗ ഈസ് ദ ടൈം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. ബംഗ്ലാദേശിലാണ്, അതെ, യൂറോപ്പിലേക്ക് ഏകദേശം $30 ബില്യൺ തുണിക്കച്ചവടം നടന്നുകൊണ്ടിരുന്നത്. അത് 30 ബില്യണിൽ നിന്ന് ഇപ്പം 1-2 ബില്യണിലേക്ക് അടുത്ത 2 വർഷത്തിനകം താഴെ. അപ്പൊ അവർക്ക് യൂറോപ്പിലേക്ക് തുണി പോകുന്നതിന് എവിടുന്ന് അറിയാവോ? ഇന്ത്യയിൽ നിന്നും സൂറത്തിൽ നിന്നുമാണ് പോകാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുണിക്കച്ചവടം തുടങ്ങണം, സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങണം, പുതിയൊരു ബ്രാൻഡ് യൂറോപ്പിലോട്ട് കൊണ്ടുപോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നൗ ഇസ് ദ ടൈം. അതുപോലെ തന്നെ തുണി, അതുപോലെ തന്നെ ജ്വല്ലറീസ്, ആളുകൾ പോയി കഴിഞ്ഞു. ആഫ്രിക്കയിലോട്ടും മൈക്കയിലോട്ടും അഡിസബാബയിലൊക്കെ ആളുകൾ പോയി. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും പുല്ലൂരിൽ നിന്നും വരെ ആളുകൾ പോയിട്ടുണ്ട്. കാരണം അത്രയും വലിയ മാർക്കറ്റാണ്. അത് ഓപ്പൺ ആവുന്നു, ജ്വല്ലറി എടുക്കുന്നു, വേറെ രാജ്യങ്ങൾ വഴി യൂറോപ്പിൽ കയറ്റുന്നു. ഓയില്, പാസ്ത, ചോക്ലേറ്റ്, ഫുഡ്, നിങ്ങൾ എന്തുണ്ടാക്കുന്നു നമ്മൾ അതിനെല്ലാം ഇനി അവിടെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വിലയിൽ ഷിപ്പ് ചെയ്ത് അവിടെ എത്തിച്ചാൽ മതി. ലാഭം നിങ്ങൾക്കാണ്. സത്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലാതെ BMW, ബെൻസ് ഇതൊക്കെ നമ്മളെ ചുമ്മാ ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതാണ് താരിഫിൻ്റെ കാര്യം വന്നത്. പിന്നെ പുതിയൊരു സ്റ്റഡി വന്നിട്ടുണ്ട്. ഡാൻഡേലിയോൺ എന്ന് പറയുന്ന പൂവുണ്ട്, ചെടിയാ എന്ന് പറഞ്ഞാൽ മഞ്ഞ സൂര്യകാന്തിയൊക്കെ പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു സൂര്യകാന്തിയാണെന്ന് തോന്നുന്നു. ഡാൻഡേലിയോൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ വലിയ സൂര്യകാന്തി പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സിന് ക്യാൻസറിനെ കൊല്ലാൻ പറ്റുമെന്ന് പുതിയ കണ്ടുപിടുത്തം സ്റ്റഡീസ് വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഡാൻഡേലിയോൺ റൂട്ട്സ് ഇടിച്ച് ചതച്ച്, നമ്മളിപ്പോൾ ജിഞ്ചറും നമ്മളിപ്പം അതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കില്ലേ, മരുന്നാണെന്ന് ആയുർവേദത്തിൽ പറയും, നമ്മൾ കറിക്കൊക്കെ ചേർക്കും. അപ്പം അതുപോലെ ഈ ചെടിയുടെ പടം കൊടുത്തേക്കാം. ചെടിയുടെ റൂട്ട്സ് നമ്മൾ ഉപയോഗിച്ചാൽ ക്യാൻസറിനെ കൊല്ലാൻ പറ്റുമെന്ന് വലിയ സ്റ്റഡീസ്, വലിയ യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഞാനതിവിടെ ഇട്ടേക്കാം. അതുപോലെ തന്നെ ആസാമിൽ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുക. ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു റോഡിൻ്റെ ഇപ്പുറത്ത് 5 പള്ളി പണിഞ്ഞാൽ റോഡിൻ്റെ അപ്പുറത്ത് 5 അമ്പലം പണിയാണ്. ഒന്നുമില്ല, ഷോ ഓഫ് പവർ, 2 കൂട്ടരും. അങ്ങനെ ജാനുവരി 22 ജാനുവരി 23 എന്തോ ആണെന്ന് തോന്നുന്നു 16 ഹിന്ദു ടെമ്പിള് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. കോർഡിനേറ്റഡ് അറ്റാക്കാണ്. ഒരേ സമയം ഒറ്റ ദിവസം 16 അമ്പലങ്ങളിൽ വണ്ടി വരുന്നു, സാധനങ്ങൾ എറിയുന്നു, പൊട്ടുന്നു, ചീറ്റുന്നു, അമ്പലങ്ങൾ നശിപ്പിക്കുന്നു. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ നടന്നു. 5 പേരെ അറസ്റ്റ് ചെയ്തു. 5 പേരെ അറസ്റ്റ് ചെയ്തതിൽ അതിനകത്ത് 5 മുസ്ലിംസ് ആണ്. ഇപ്പം തിരിച്ചും അറ്റാക്ക് നടന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, നടന്ന് കാണണം, പക്ഷെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. ആസ് ഓഫ് നൗ ഇല്ല. ചിലപ്പോൾ റിട്ടാലിയേഷൻ വരാം. അപ്പം ആസാം അങ്ങനെ ഒരു സ്റ്റേജിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളൊന്ന് അറിയിച്ചതാണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അഗൈൻ മതപരമായ ഐഡിയോളജി അല്ല വിഷയം. അതെ അതെ, ഏത് ജില്ലയിലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരിടത്ത് കുംഭമേള നടത്താൻ നോക്കി, അത് വന്ന് ബാൻ ചെയ്തു. ആ സർക്കാരിനെ ഞങ്ങൾ വോട്ട് ചെയ്ത് തോപ്പിക്കും. അതായത് ഇതിൽ കൂടുതൽ വേറൊന്നും പറയുന്നില്ല. ദിസ് ഈസ് പൊളിറ്റിക്സ്. ഇനിയും കേരളയിലെ കാര്യങ്ങൾ ഇത്ര അറിഞ്ഞിട്ട്
ഇനിയും കേരളയിൽ മാത്രം വരാത്ത ഒരു ന്യൂസ് ഞാൻ പറഞ്ഞുതരാം. 1 day ago BBC, CNN, ദ ഗാർഡിയൻ എന്നൊക്കെ പറയുന്ന ന്യൂസ് ചാനൽസ് ഇട്ട ന്യൂസാണ്. ഇറാനിലെ ഡെത്ത് ടോൾ എത്രയെന്ന് നമുക്ക് കണക്കില്ല, ലക്ഷങ്ങളായെന്നൊക്കെയാണ് ഇപ്പോൾ പല ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ 30,000 പേരെ മാസ് ബറിയൽ നടത്തി. 30,000 പേര്, 30,000 സിവിലിയൻസ്, തോക്കോ വടിവാളോ ഒന്നുമില്ലാത്ത റോഡിൽ കൂടെ പോകുന്ന ഞാനോ ഇവനോ നമ്മുടെ അച്ഛന്മാരോ അമ്മമാരോ ഒക്കെ 30,000 പ്രൊട്ടസ്റ്റേഴ്സാണ് റെജീമിനെതിരെ. 30,000 പേരെ കൊന്നു കളഞ്ഞിട്ട് ഇന്നലെ 30,000 പേരെ മാസ് ബെറിയൽ ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അടക്കണം. കാരണം ഡ്രോണുകളോ അല്ലെ സാറ്റലൈറ്റ് പിക്ചേഴ്സോ ഓൺലൈൻ മീഡിയാസോ ഒക്കെ വരാൻ ഇവർ നെറ്റൊക്കെ കട്ട് ചെയ്ത് വിടാൻ. എന്നിട്ട് ഇത് വെളിയിൽ പോവാതിരിക്കാൻ വലിയ JCBയും ടണൽ കുഴിക്കുന്ന മെഷീനെല്ലാം കൊണ്ടുവന്നിട്ട് ടണൽ ഉണ്ടാക്കിയിട്ട് ബോഡീസ് ഇങ്ങനെ ഇട്ട് കുഴിക്കാത്തോട്ടിട്ട് മണ്ണിടുക. മനസ്സിലായോ? ഓരോ ദിവസം ഇന്നിപ്പോ മെജോറിറ്റിയും ക്രിസ്ത്യൻസും പേർഷ്യൻസും ഇസ്ലാമിക് റെജീമിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തവര്. അതെ കറക്റ്റ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് എപ്പിസോഡ് നമ്മൾ ചെയ്യും. സൊറാസ്ട്രിയനിസം അല്ലെങ്കിൽ പേർഷ്യൻ, എങ്ങനെയാണ് ഇസ്ലാം ഈ ലോകം മുഴുവൻ എത്തിയത്, അവരുടെ ടെക്നിക്സ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും വരാത്തതിന് മെയിൻ കാരണം നമ്മളുടെ മീഡിയാസാണ്. കാരണം ഈ മീഡിയാസ്, ഞാൻ പറയുന്നത് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലും മീശ വടിച്ചതാണ്. എല്ലാ ചാനലും ഞാൻ TV നോക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴും ഈ 30,000 പേരെ കൊന്നതിനെ പറ്റി ഒരു വാർത്തയില്ല. ഇതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെ വാർത്ത, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3ാമത്തെയോ 4ാമത്തെയോ പീഡനം, ഈ ഇമാതിരി സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടോക്ക്, മോളിവുഡ് ടോക്കുകളാണ് നമ്മളുടെ എല്ലാം ഫീൽഡിൽ വരുന്നത്. ഈ ആളുകളെ കൊല്ലുന്നത്, ഈ ക്യാൻസറിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ചത്, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സർക്കാർ നമുക്ക് ഉണ്ടാക്കിയത്, ഇതൊന്നും വരുന്നില്ല. എന്തിന് ഈ 16 അമ്പലങ്ങൾ നശിപ്പിച്ചത് വരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ വന്ന് വിളിച്ച് പറയുമ്പോൾ വി ഗെറ്റ് ഹേറ്റ്, ബട്ട് വി ലൈക്ക് ദാറ്റ്. കീപ്പ് ഓൺ ഹേറ്റിംഗ്. വി ഡോണ്ട് കെയർ. അപ്പോൾ അതൊക്കെയാണ് ചെറിയ ന്യൂസുകൾ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ട്രംപിന്റെ ഉച്ചയിൽ നമ്മൾ ട്രേഡ് ഡീൽസ് വെച്ച് അടിച്ചടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീക്ക് കനേഡിയൻ ഡെലിഗേറ്റ്സ് എന്നിട്ട് ഇന്ന് പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പറഞ്ഞു വി നീഡ് എ ഡീൽ ജസ്റ്റ് ലൈക്ക് യൂറോപ്പ് ഡിഡ് ഇസ്രായേലുമായിട്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ വരെയാണ്. ഐ ഡോണ്ട് നോ, നെതന്യാഹു ട്രംപിന്റെ ഒരു കിടിലം ഫാനല്ലേ? ട്രംപിന്റെ ഫാനാണ്, പക്ഷെ നെതന്യാഹു ഈസ് എൻ ഇസ്രായേൽ ഫാൻ ഫസ്റ്റ്. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. ഇത് ഞങ്ങളുടെ ന്യൂസ് സെഗ്മെന്റ് ആണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് കിട്ടുന്നത്. സെക്കൻഡ് സെഗ്മെന്റിലാണ് നമുക്ക് ഏറ്റവും കുറവ് ഹേറ്റ് കിട്ടുന്നത്. രണ്ടിലും ഹേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് കാണാൻ ആളുകളുണ്ട്. നമുക്ക് 5 പേരെങ്കിലും 5 പേര് ആ കമന്റ് ഇടുമ്പോൾ മനസ്സിലാവും നമ്മളിത് നടത്താൻ പോലുള്ള, നമ്മളെപ്പറ്റി സ്റ്റോറി ഇട്ടാലോ നമ്മളെപ്പറ്റി ചീത്ത വിളിച്ചാലോ അതിലൊന്നും നമുക്ക് എഫക്റ്റ് ആവില്ല. ഇനിയും അതിന് റെസ്പോണ്ടും ചെയ്യാതിരിക്കുക, അതാണ് നമ്മളുടെ സ്ട്രാറ്റജി. യു ഗൈസ് ഡു വാട്ട് എവർ യു വാണ്ട്. മേക്ക് us viral. അപ്പോൾ ഞാൻ പറയാം, നമ്മളുടെ കഥ തുടങ്ങുന്നത് ഓഗസ്റ്റ് 1946 ഒരു ഡൗട്ട്, ഇതിന്റെ ഒരു ബ്രീഫ് സമ്മറി പറയാം കഥയുടെ. ഒരു വൺ ലൈനർ, വാട്ട് ഈസ് ഇറ്റ്? ഡെഫിനറ്റ്ലി വൺ ലൈനർ ഈസ് അന്റാർട്ടിക്ക, നാസി, ആര്യൻസ്, ഏലിയൻസ്. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയാം, അതിലേക്ക് പോവാം. അപ്പോൾ കഥ തുടങ്ങുന്നത് 1946 വെച്ചാണ് നമ്മളുടെ കഥ ഇപ്പോൾ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 1946 ഇത് ലാർജസ്റ്റ് ഇതുവരെ ഉണ്ടായത് ലാർജസ്റ്റ് മോസ്റ്റ് ഹെവിലി ആംഡ് നേവൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് സംഘടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നേവൽ ടാസ്ക് ഫോഴ്സ് അന്റാർട്ടിക്കയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ് US. അന്റാർട്ടിക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ആർമി പോലെ തന്നെ ഉള്ളൊരു ടാസ്ക് ഫോഴ്സ് ആയിരുന്നു. അതിനെ ലീഡ് ചെയ്യുന്നത് അഡ്മിറൽ റിച്ചാർഡ് ബേർഡ് എന്ന് പറയുന്ന ആളാണ്. അയാൾ ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളി ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് നേവൽ ഓഫീസേഴ്സ് ആണ്. അയാൾ അഡ്മിറൽ ആണ്. അപ്പോൾ ഒഫീഷ്യൽ പർപ്പസ് ഈ വലിയൊരു ആർമി ഈ 1946 എന്തിന് അന്റാർട്ടിക്കയിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ സ്റ്റോറി എന്ന് പറയുന്നാൽ സയൻറ്റിഫിക് റീസർച്ചും പീസ്ഫുൾ റീസർച്ചും എന്നുള്ള രീതിയിൽ
പേപ്പർ ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും പേര് പോകുന്നത്. പക്ഷെ അത് ജസ്റ്റ് ഒരു കവർ സ്റ്റോറി മാത്രമാണെന്നും യഥാർത്ഥത്തിൽ അവരുടെ ഗോളുകൾ എന്തൊക്കെയായിരുന്നു ഞാൻ പറയാം. അവരുടെ 3 ഗോളുകളാണ് അവരുടെ ആർമിക്കുള്ളിൽ സർക്കുലേറ്റ് ചെയ്തത്. ഒന്ന്, അന്റാർട്ടിക്കയിൽ അമേരിക്കൻ സോവർണിറ്റി പടർത്താൻ എന്ന് പറഞ്ഞാൽ ദേ വാണ്ട് എ പീസ് ഓഫ് ലാൻഡ്. 2, നാസി ബേസ് അവിടെ ഉള്ളതെന്ന് അവർക്ക് അറിവ് കിട്ടുകയും അത് ലൊക്കേറ്റ് ആൻഡ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉള്ള ഇതും അവർക്ക് കിട്ടിയിട്ടുണ്ട്, 2ാമത്തെ ഗോൾ. 3ാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ നാസി ബേസിൽ ഒരു സീക്രട്ട് വെപ്പൺസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ദ സോസർ പ്രോഗ്രാം. അത് കണ്ടുപിടിക്കുക, അതിനെ കോൺഫെസ്റ്റിഗേറ്റ് ചെയ്യുക. ആ സോസർ എന്ന പേരിൽ നിന്നാണ് ദ ഫ്ലൈയിങ് സോസറും സാധനങ്ങളും ഒക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ എനിക്ക് ഫ്ലൈയിങ് സോസർ പറഞ്ഞുകൊണ്ടാ, അതിന് ഞാൻ സോ വീഡിയോ ഓൺ യൂട്യൂബ് റീസെന്റ് വിച്ച് ഐ തിങ്ക് ഇസ് ടേക്കൺ ഡൗൺ. ഇറ്റ്സ് അബൌട്ട് ദ ഫ്ലൈയിങ് ട്രയാങ്കിൾ. ഞാൻ കണ്ടു HB2R, മെക്സിക്കോയുടെ മുകളിൽ വന്ന. മെക്സിക്കോ മാത്രമല്ല, അതിനെ കുറിച്ച് സയന്റിഫിക്കലി ഒരുത്തൻ, അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കേട്ടാൻ. പക്ഷെ അതിപ്പോ ടേക്ക് ഡൗൺ ചെയ്തെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന എനർജി. US ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയാം. അതെ, ഞാൻ ഒരു ഫോട്ടോ കൊടുത്തേക്കണം ഇതിന്റെ, അവർക്കൊന്ന് കാണാനില്ല. കാരണം അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ കഥയിൽ നിന്ന് നമ്മൾ കുറച്ച് വർഷം മുന്നോട്ട് പോവാണ്. 1938 എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം 1938 ഈ നാസി ജർമ്മനി യുദ്ധത്തിന്റെ ബ്രിങ്കിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ അപ്പോൾ ആ ബ്രിങ്കിൽ നിൽക്കുമ്പോൾ ഹിറ്റ്ലർ ഒരു ഹോൾ റെജിമെന്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ റെജിമെന്റുകളാണ്. റെജിമെന്റ് തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. ഈ മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇറ്റലിയുടെ കൂടെ അവിടെ പോയി ഫ്രാൻസിനെ അടിക്കാൻ നിൽക്കുക. 2, സോവിയറ്റ് യൂണിയനിലോട്ട് ഒരു 50 ലക്ഷം പേര് പോട്ടെ. അതുപോലെ തന്നെ ഒരു 10 ലക്ഷം പേര് അന്റാർട്ടിക്കയിലോട്ട് പോവുക. ഒരു 14,000 പേര് ടിബറ്റിലോട്ട് പോവുക. എന്തിനാണെന്നറിയാം ഈ മിഷനൊക്കെ കൊടുത്തേക്കുന്നതും ഏൻഷ്യൻറ്റ് ടെക്നോളജിയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സും വീണ്ടെടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ആ യുദ്ധം ജയിക്കാൻ ഇത് പുള്ളിക്കറിയാം ഈ വാർ ഇന്ന് തുടങ്ങിയാൽ അടുത്ത 10, 15, 20 വർഷത്തേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും ഏകദേശം സിമിലർ ടെക്നോളജിയാണ്. ആർക്കാണ് ടെക്നോളജി പരമായി ഒരു അഡ്വാൻസ്മെന്റ് വരുന്നത് അവൻ ജയിക്കും. മനസ്സിലായോ? അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പുള്ളി അന്റാർട്ടിക്കയിലോട്ട് ഈ റെജിമെന്റിനെ വിട്ടു. ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റഡ്, ഡേറ്റ് ഉൾപ്പെടെ. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഡിസംബർ 17, 1938 ഡിസംബർ 17 SS ഷ്വാബൻലാൻഡ് എന്ന് പറയുന്ന നാസി കപ്പൽ അന്റാർട്ടിക്കയിലോട്ട് തിരിച്ചു. മിഷൻ ക്ലാസിഫൈഡ് ആണ്. ഓൺ ബോർഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകളുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ വേറെ കുറച്ച് ആളുകളും ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ തൂലെ സൊസൈറ്റി, THULE, തൂലെ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ ലീഡേഴ്സാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ തൂലെ സൊസൈറ്റി? തൂലെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ഒരു അക്കൾട്ട് ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ ഞാനൊരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നാഗ സാധുസ് അല്ലെങ്കിൽ നാഗ സന്യാസി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഈ ഹിമാലയത്തിലൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന അഗോരീസ് ഒക്കെ, അതുപോലുള്ള ഒരു ടീമാണ് ഈ തൂലെ സൊസൈറ്റി വിശ്വസിക്കുന്നവർ. ഈ അന്റാർട്ടിക്കയിലോട്ട് പോയപ്പം എൻജിനീയേഴ്സ്, സോൾജിയേഴ്സ്, പിന്നെ സയൻറ്റിസ്റ്റുകൾ, പിന്നെ ഈ തൂലെ സൊസൈറ്റിയിലുള്ള ആളുകളുമാണ് പോകുന്നത്. ഈ എന്താണ് തൂലെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഇതെന്ന് പറഞ്ഞാൽ, അവർ ഒരു ഏലിയൻ റേസിനെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഏലിയൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക് ആകാശത്തു നിന്ന് വരുന്ന മറ്റേ ഉണ്ടക്കണ്ണുള്ള ഏലിയൻ അല്ല. ഏലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ, അത് മനുഷ്യരെന്ന് നമ്മൾ കണക്കാക്കുന്നതിൽ നിന്ന് വേറൊരു റേസ് ഈ ഭൂമിയിലുണ്ടെന്നും തൂലെ സൊസൈറ്റി വിശ്വസിക്കുന്നത് അവർ വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബീയിങ്സ് ആണെന്നും അവർ ഭൂമിയുടെ ഉള്ളിൽ ജീവിക്കുന്നവരാണെന്നും ജർമ്മൻസ് അവരെ ആര്യൻ എന്നാണ് വിളിക്കുന്നതും എന്നാണ് തൂലെ സൊസൈറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ തൂലെ സൊസൈറ്റി എന്ന് പറയുന്നത് ജർമ്മൻ നാസി ആർമിയുടെ ഒരു വിങ്ങായിട്ട് തന്നെ വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ മെയിൻ സാധനമാണ്. അപ്പൊ അതിൽ അവർ വിശ്വസിക്കുന്നതാണ് ഈ ആര്യൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇവർ SS ഷ്വാബൻലാൻഡ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ടു ദി അതർ വേൾഡ്, സൗത്ത് പോളിലാണെന്ന് അവർ കണ്ടുപിടിക്കുകയും
ആ സൗത്ത് പോളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത് ഈ തൂലെ സൊസൈറ്റിയും കൊണ്ട്. ഈ ഡീക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഞാൻ നേരത്തെ ക്ലാസിഫൈഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് ശേഷം കുറേയൊക്കെ ഡീക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് SS സ്വാബൻലാൻഡ് ഈ അണ്ടർഗ്രൗണ്ട് വേൾഡിലോട്ടുള്ള എൻട്രൻസ് ഈ സൗത്ത് പോളിലാണെന്നും അവിടേക്ക് കോണ്ടാക്റ്റ് മേക്ക് ചെയ്യണമെന്നും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഈ അവർ നിൽക്കുന്നവരുടെ ഡിസെൻഡൻസ് ആണ് ജർമ്മൻസ് എന്നും അതിവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ റേസ് മുന്നോട്ട് പോകണമെങ്കിൽ വി നീഡ് യുവർ ഹെൽപ്പ്. നിങ്ങൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പോപ്പുലേറ്റ് ചെയ്ത ഞങ്ങൾ എക്സ്റ്റിൻഡ് ആവാൻ പോവുകയാണ്. മനസ്സിലായോ? ഞങ്ങൾ എക്സ്റ്റിൻഡ് ആവാൻ പോവുകയാണ്. ഇപ്പോ ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്ന് വെച്ചാൽ ഈ അറിവ് എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ ആളുകൾ എവിടെ നിന്ന് വന്നോ അവരുടെ ഫോർഫാദേഴ്സ്, നിങ്ങളുടെ ഫോർഫാദേഴ്സ് എവിടെ ഉണ്ടെന്നുള്ള മാപ്പ് ജർമ്മനിയിലുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളുടെ ശിവൻ എവിടുന്നാ വന്നതെന്ന് പറഞ്ഞാൽ കൈലാസത്തി എന്നാണ് പറയും. ഇപ്പം ക്രിസ്തു എവിടുന്നാ വന്നതെങ്കിൽ ജെറുസലേം എന്ന് പറയും. അതുപോലെ തന്നെ ജർമ്മൻ നാസികൾ നിങ്ങളുടെ ദൈവം വേർ ഡിഡ് ദേ കം ഫ്രം ദ ലാൻഡ് ബിയോണ്ട് ദി ആർട്ടിക്. മനസ്സിലായോ? അപ്പം അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നു എസ്റ്റാബ്ലിഷ് ചെയ്തു. 3 ആഴ്ച ഫുള്ള് സെർച്ചിങ് നടക്കുവാണ്. 3 ആഴ്ച സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെർച്ചിങ് ആണ്. നമ്മളുടെ ആണെങ്കിൽ ടോർച്ച് അടിച്ച് സെർച്ച് ചെയ്യുന്നതല്ല, നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പ്ലെയിനും ഈ SS സ്വാബൻലാൻഡിൽ എന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് പ്ലെയിനും കാര്യങ്ങളും ഈ ജെറ്റ് അല്ല, അന്ന് ജെറ്റ് ഫൈറ്റേഴ്സ് ഇല്ല, അതുപോലെ ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഒരു ദിവസം തന്നെ അവർ ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് കവർ ചെയ്യും. പറന്ന് ഏരിയ കവർ ചെയ്ത് ഏകദേശം ഡെഫിനറ്റ്ലി അന്ന് നമ്മളുടെ നാസിക്കാർക്ക് യൂബോട്ട്സ് ഉണ്ട്, സബ്മറൈൻസ് ഉണ്ട്. അപ്പൊ ദേ ആർ നോട്ട് ടെക്നോളജിക്കലി അത്ര പുറകിലല്ല. മാത്രമല്ല ജർമ്മനിയിൽ നിന്ന് അവർ കപ്പലിൽ അന്റാർട്ടിക്കയിൽ എത്തണമെങ്കിൽ തന്നെ ദേ നീഡ് എ സർട്ടൻ ലെവൽ ഓഫ് ടെക്. ഈ യൂബോട്ട്സ് ഏറ്റവും കൂടുതലായിട്ട് തുടക്കത്തിൽ സൊഫിസ്റ്റിക്കേറ്റ് ചെയ്ത ജർമ്മനിയാ, ഫൈറ്റർ ജെറ്റ്സ് ജർമ്മനിയാ. നമ്മളുടെ ഫ്രാൻസ് ഉണ്ടയിട്ട് വെടിവെച്ചോണ്ടിരുന്നപ്പോഴാണ് ഇവന്മാര് യൂബോട്ട് കൊണ്ടുവന്നത്. മറ്റേ ക്യാനൻ ബോൾ ഇല്ലേ, ആ ടെക്നോളജിയൊക്കെയാണ് വ്യത്യാസം. അപ്പോൾ ഇവര് 3 ആഴ്ച ഫുള്ള് സെർച്ച് ചെയ്ത് അവസാനം സോണാറും കാര്യങ്ങളും ഒക്കെ സെർച്ച് ചെയ്ത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ സെർച്ച് ചെയ്യുക. ഇത് സെർച്ച് ചെയ്ത് അങ്ങോട്ട് അകത്തോട്ട് പോകുന്നോറും ലാൻഡാ. അവസാനം ഏകദേശം 150 കിലോമീറ്റർ ഇൻലാൻഡ്, 150 കിലോമീറ്റർ ഇൻലാൻഡിലോട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഏരിയൽ റിക്കോണസൻസ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഏരിയൽ റിക്കോണസൻസ് എന്ന് വെച്ചാൽ മുകളിൽ കൂടെ പറന്നുപോയി ഇൻഫർമേഷൻ എടുക്കുന്ന ആളുകൾ. അവർ കണ്ടുപിടിച്ചു, അവരതിനെ വിളിച്ചത് ആർട്ടിക് ഓയാസിസ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഫോൺ ബാക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആർട്ടിക് ടീം എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു 300 സ്ക്വയർ മൈൽസ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ നോക്കണം. ഏകദേശം വലിയ ഏരിയ ഓഫ് ലാൻഡ്, വലിയ ഏരിയ ഓഫ് ലാൻഡ്. ആ വലിയ ഏരിയ ഓഫ് ലാൻഡ് ഐസ് ഇല്ല, ഫ്രീ ഓഫ് ഐസ്. എന്ന് പറഞ്ഞാൽ അവിടെ വാം വാട്ടർ ആണ്, വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ്. അതുപോലെ മാത്രമല്ല അവിടെ പ്ലാന്റ് ലൈഫ് വരെ കണ്ടെത്തി. അങ്ങനെ അവരത് റിക്കോണസൻസ് തിരിച്ചിടുകയും അവർ അവിടെ പോയി ചെക്ക് ചെയ്യുകയും അവിടെ സയൻറ്റിസ്റ്റ് പോയി നോക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ആ സ്ഥലത്ത് ഏരിയയുടെ അടിയിൽ ഒരു ഭയങ്കര വലിയ ജിയോ തെർമൽ വെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമിയുടെ അടിയിൽ കൂടെ വലിയ വെന്റുകൾ പോകുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അകത്തുള്ള പ്രഷറും ഹീറ്റും ഒക്കെ എവിടെങ്കിലും പോയി ഇത് വെളിയിലോട്ട് വിടണ്ടേ. അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഹോട്ട് സ്പ്രിങ്സ്. അത് ലാൻഡിൽ വന്ന് വേറൊരു രീതി വരുന്നതാണ് വോൾക്കാനോസ്. ഇത് വെള്ളത്തിനടിയിൽ വരുന്ന ഹോട്ട് സ്പ്രിങ്സിന്റെ വലിയൊരു സാധനം, ജിയോ തെർമൽ വെന്റ് എന്ന് പറയും. അത് വന്ന് അവിടെ കൂടെ പോകുന്നത് കൊണ്ട് അവിടുത്തെ ഏരിയ ഫുള്ള് തിളച്ച് നിൽക്കേണ്ടതാണ്. പക്ഷെ അത് മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അവിടെ പെർഫെക്റ്റ് ടെമ്പറേച്ചർ, ഐസ് ഉരുകി നിൽക്കുകയാണ്. അപ്പോൾ അതെ, ഹാബിറ്റബിൾ പോലെയാണ്. അപ്പോൾ അവിടെ അവര് നേവിയും യൂബോട്ടുകളും ഒക്കെ കൊണ്ടുവന്ന് നാസി സോൾജേഴ്സ് ഒരു ബേസ് സെറ്റപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കണ്ടാൽ അറിയാത്തതും താഴോട്ട് പോകും തോറും അവർക്ക് ജീവിക്കാൻ ചൂട് കൂടുതലുമായിരുന്നു. അതുകൊണ്ട് മോസ്റ്റ്ലി അണ്ടർഗ്രൗണ്ട് ആയിരുന്നു ആ ബേസ്. അങ്ങനെ ആ ബേസിന് അവരൊരു പേരിട്ടു, ബേസ് 211, ബേസ് 211. അതാണ് നാസി ബേസ് 211 എന്ന് നമ്മൾ പിൽക്കാലത്ത് പറയുന്ന വലിയൊരു ബേസ്. അപ്പോൾ ഈ വേൾഡ് വാർ 2 നടക്കുമ്പോൾ
ഈ ബേസ് 211 എന്ന് പറയുന്നത് ഒരു ലാർജ് അണ്ടർഗ്രൗണ്ട് കോംപ്ലക്സ് ആയി. കാരണം ഈ വേൾഡ് വാർ 2 നമ്മൾ വിചാരിക്കുന്ന കണക്ക് 2 വർഷം 3 വർഷം ഇത് 10 വർഷമൊക്കെ ആയിട്ട് 5-6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം വാർ തുടങ്ങുന്നതിന് മുന്നാണ് പയ്യന്മാർ അവിടെ എത്തിയത്. ഈ വർഷങ്ങൾ കഴിയും തോറും ഷിപ്പുകളും സപ്ലൈസും കാര്യങ്ങളും എല്ലാം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. കാരണം അമേരിക്കക്കാർ ചിന്തിക്കുന്ന പോലും ഇല്ല അവിടെ അങ്ങനെ ഒരു ലാൻഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, അവർ കെയർ ചെയ്യുന്നില്ല. ഇവർ കൊണ്ട് അവിടെ വലിയൊരു ബേസായി അവിടെ ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ അവരുണ്ടാക്കി. ആദ്യത്തെ സമയത്ത് ഇവരത് ഒഫെൻസീവായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബോട്ടുകൾ, മിസൈൽ സൈലോസ് ഒക്കെ പണിഞ്ഞു. എന്ന് പറഞ്ഞാൽ മിസൈൽ സൈലോസ് അവരവിടെ ഏകദേശം 10-80 വർഷം മുമ്പ് അന്റാർട്ടിക്കയിൽ പണിഞ്ഞു. നിങ്ങൾ ഇപ്പോഴും, ഞാൻ ഒരു കാര്യം മാറ്റി പറയാണ്, നിങ്ങൾ ഇപ്പോഴും അന്റാർട്ടിക്കയിൽ ഒന്നുമില്ല, മറ്റേ ഐസ് മൂടി കിടക്കുന്ന പെൻഗുനാണെന്ന് പറയുമ്പോൾ ആലോചിക്കുക, 80 years ago they were building missile silos. മനസ്സിലായോ? നിങ്ങൾ ബുക്കിൽ കണ്ട സാധനമേ അല്ല അത്. നമ്മൾ അവിടെ ചെന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കത്തോലുമില്ല. നമ്മളൊരു സിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് വഴി മാറിപ്പോയെന്ന് പറയും. അത് പോട്ടെ, മിസൈൽ സൈലോസും അണ്ടർഗ്രൗണ്ട് യു ബോട്ടുകൾക്ക് വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ട് ഷിപ്പ് യാർഡ് ഉണ്ടാക്കിയവർ. മനസ്സിലായോ? അണ്ടർ വാട്ടർ അതുമൊക്കെ ഉണ്ടാക്കി അവര് അവിടുന്ന് ഒഫൻസീവ് നോക്കി. പക്ഷെ അവിടുന്ന് ഒഫൻസീവ് നോക്കിയപ്പോൾ വാർ കൂടുതലും ഇൻലാൻഡിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവിടെ വലിയ യൂസ് ഇല്ലാതെ വന്നു. അവസാനം ഇത് ഒരു ഡിഫെൻസീവ് സ്ട്രക്ചർ ഫോർ എസ്കേപ്പ് എന്നുള്ള രീതിയിലാക്കി. കാരണം യുദ്ധം അവസാനം ആവുന്തോറും ഹിറ്റ്ലറിന് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി, മൂഞ്ചിന്ന് മനസ്സിലായി, ഇനി വേറൊരു കാര്യമില്ല, അവിടുന്ന് ഒഫൻസീവ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, റിട്രീറ്റ് എന്നുള്ള സാധനമാണ് വന്നത്. അപ്പോൾ ഈ ഫൈനൽ മന്ത്സിൽ അവസാനത്തെ ഒരു 8-9 മാസം സോൾജിയേഴ്സിന് ഫുഡ് എത്തിയിട്ടില്ല, സോൾജിയേഴ്സിന് ആർട്ടിലറീസ് എത്തിയിട്ടില്ല, സോൾജിയേഴ്സിന് ക്ലോത്ത്സ് എത്തിയിട്ടില്ല, ഫ്യൂവൽ ഇല്ല, ഓയിൽ ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ജർമ്മനി മരിക്കുന്നത്. ഇതെല്ലാം എങ്ങോട്ടാ പോയെന്നറിയാമോ? ബേസ് 211, ലാർജസ്റ്റ് ഷിപ്മെന്റ്സ് എവർ ട്രാൻസ്പോർട്ടഡ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും, അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും ഇന്ന് എത്ര ഓയിൽ ട്രേഡ് ചെയ്യുമോ അതിന്റെ 10 ഇരട്ടി ഓയിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ദിവസം വിട്ടിരുന്നു ഫോർ മന്ത്സ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വിട്ടു. അങ്ങനെ ഇത് കഴിഞ്ഞ് യുദ്ധം തോക്കാറായപ്പോഴത്തേക്കും അതേ സമയം തന്നെ ആയിരക്കണക്കിന് നാസി ലീഡേഴ്സ് അവിടേക്ക് എസ്കേപ്പായി. കാരണം അവരുടെ ലഗ്ജറി തന്നെ ഉണ്ട്. ജനറൽ ഷാൻഷിൻ ഷൂം went to camp 211 on in a boat on in a day. പക്ഷെ 211 എന്ന് പറയുന്ന ബേസ് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. പിന്നാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് ലീഡേഴ്സ് അങ്ങോട്ട് പോയെന്നും അതിനകത്ത് ഈ സൗത്ത് അമേരിക്കയിലോട്ടും കുറേ ലീഡേഴ്സ് പോയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് ഇപ്പോഴും, അല്ലെങ്കിൽ അന്ന് ഹൈഡ് ചെയ്തിരുന്നത് അർജന്റീനയിലാണെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം ഹിറ്റ്ലർ ഉൾപ്പെടെ അന്ന് മരിച്ചിട്ടില്ല. ഹിറ്റ്ലർ അർജന്റീനയിലാണ് ചെന്നിറങ്ങിയതെന്നും അർജന്റീനയിൽ ഇന്നേ വരെ അർജന്റീനയിൽ 2 ജർമ്മൻ യു ബോട്ടുകൾ സബ്മറൈൻസ് വന്നെന്നും ആ സബ്മറൈൻസിലെ കാർഗോ എന്താണെന്ന് ഇന്ന് വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും UK-ക്കും ജർമ്മനിക്കും ആർക്കും അറിഞ്ഞൂടാ. അർജന്റീനൻ പ്രസിഡന്റിന് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഡീല് അർജന്റീനയും ഈ നാസികളും തമ്മിൽ വേറെ അതിലും വലിയ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു. എന്നിട്ട് ഒരു മെയിൻ ഓഫീസറാണ്, നാസി ഓഫീസറായിരുന്നു ഹാൻസ് കാംലർ, HANSKAMMLER. അപ്പോ ഈ ഹാൻസ് കാംലർ എന്ന് പറയുന്ന ആള് ഹിറ്റ്ലറിന്റെ സീക്രറ്റ്സ് വെപ്പൺ പ്രോഗ്രാമിന്റെ ഹെഡായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മാർവലൊക്കെ കാണൂലേ, അതിനകത്ത് സീക്രട്ട് വെപ്പൺസ് ഒക്കെ, അതൊക്കെ സത്യത്തിൽ ഇയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ സീക്രട്ട് വെപ്പൺസ് പ്രോഗ്രാമിന്റെ ഹെഡായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ്, അന്നത്തെ സമയത്തെ ഈ ഫൈറ്റർ ജെറ്റ്സിന്റെ ഇതും കാര്യങ്ങളും ലിമിറ്റേഷൻസ് ഒക്കെ നമുക്കറിയാം. മറ്റേ ഫ്രണ്ടിൽ പമ്പരം കറക്കി പോകുന്ന സാധനങ്ങളാണ് അന്നത്തെ സമയത്ത്. ഓൺ പേപ്പർ അക്സെപ്റ്റഡ് ബൈ എവ്രിബഡി, CIA പേപ്പറിലുള്ളതാണ്. ഈ ഹാൻസ് കംലർ ഉണ്ടാക്കിയ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സപ്ലൈ പ്ലെയിൻ ആണ്. 4000 മൈൽസ് ഓൺ എയർ ഒറ്റ സിംഗിൾ ഫ്യൂവലിൽ പോകാൻ പറ്റുന്ന 4000 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 6500-7000 കിലോമീറ്റർ പോകാൻ പറ്റുന്ന പ്ലെയിൻ JU-390 എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ടാക്കി. അയാളാണ് ഈ ഹാൻസ് കംലർ. ഹിറ്റ്ലറിന്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് ഞാൻ പറയത്തില്ല, ഹിറ്റ്ലറിന്റെ ബെസ്റ്റ് ഗായ്. അപ്പോൾ ഇവരുടെ ടെക് എന്ന് പറഞ്ഞാൽ ഫാർ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ശേഷം ഇതുപോലത്തെ 2 JU-390 മാത്രമേ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം 30-35 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെല്ലാം അമേരിക്ക ടാർഗറ്റ് ചെയ്യുക. കാരണം
അമേരിക്കയ്ക്ക് തന്നെ 1000, 1500, 2000 കിലോമീറ്റർ മാക്സിമമാണ്. ഇവർ 4000 കിലോമീറ്റർ. ഇവർക്ക് വേണേൽ അമേരിക്ക വന്ന് സാധനമൊക്കെ ഇറക്കിയിട്ട് ഫ്യൂൽ ചെയ്യാതെ തിരിച്ചു പോവാം. അത്രയ്ക്ക് വലിയ ഇതാണ്. അപ്പം അവർ ഇതിനെല്ലാം ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചു. അവസാനം 2 അവശേഷിച്ചത്. ഈ അവസാനിച്ച 2 ഒരെണ്ണം ജർമ്മനിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഒരെണ്ണം ഈ ഹാൻസ് കംലർ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ വാഗനായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി അതിലെ സഞ്ചരിക്കത്തുള്ളൂ. ആ സാധനം ഇന്നേ വരെ ഒരിടത്തും കണ്ടു കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ലെഡ്ജറും ഇല്ല. അതുപോലെ തന്നെ ഹാൻസ് കാംലർ എന്ന് പറയുന്ന ആളെ പറ്റി ഒരു വിവരവുമില്ല. ലാസ്റ്റ് അതിനെ കണ്ടത് ജർമ്മനിയിൽ നിന്ന് അന്റാർട്ടിക്കയിലോട്ട് പോകാൻ വേണ്ടി ഫ്യൂവൽ ചെയ്ത് വേറെ ഏതോ രാജ്യത്ത് വന്ന് ഫ്യൂവൽ ചെയ്ത് ആർട്ടിക്ക് കിടക്കുന്നതായിട്ടാണ് ലാസ്റ്റ് നെയിം കിട്ടുന്നത്. ആ സംഭവമാണ് അങ്ങനെയുള്ളത്. അപ്പോൾ ഈ 2 മാസത്തിന് ശേഷം ഈ ഹാൻസ് കംലറും സാധനങ്ങളും എല്ലാം പോയതിന് ഒരു 2 മാസത്തിന് ശേഷം ഈ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ ഫുള്ള് UFO സൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ 1000കണക്കിന് UFO സൈറ്റിങ്സ്. UFO സൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആകാശത്ത് ഡിസ്കുകൾ വന്ന് നിൽക്കുന്നു എന്നിട്ട് പോകുന്നു, ആകാശത്ത് ഡിസ്കുകൾ വന്ന് നിൽക്കുന്നു പോകുന്നു, എന്തൊക്കെയോ സൈസ് പ്ലെയിൻ വരുന്നു, ഇവരാരും ഇത് കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള കുറേ സൈറ്റിങ്സ് വരുന്നു. അപ്പോൾ ഇത് അമേരിക്ക അറിയുന്നു. അമേരിക്ക അർജന്റീനയോട് ചോദിക്കുന്നു, എന്തുവാണ് നിങ്ങളുടെ രാജ്യത്തിന് വണ്ടേ മൊത്തം ഇതും സാധനങ്ങളും മറ്റേതും ബോട്ടുകളും ഒക്കെ വരുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്? അർജന്റീന പറഞ്ഞു ഐ കനോട്ട്, ഇത് നാഷണൽ സീക്രട്ടാണ്, ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അമേരിക്ക ഇതിനെ അന്വേഷിച്ച് പോവുകയും അമേരിക്ക അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ നാസിക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് അന്റാർട്ടിക്കയിൽ ഒരു ബേസ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നുവെന്നും അവിടേക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷനോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെന്നും അവിടെ എത്തിയതിന് ശേഷം ഹിറ്റ്ലറിൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ വാർ തുടങ്ങുന്ന സമയത്ത് ഈ JU-390 ഒന്നും ഇല്ല. ഇവർ അന്റാർട്ടിക്കയിൽ പോകുന്ന സമയത്ത് ഇവർക്ക് ബോട്ടിൻ്റെ പ്രോട്ടോടൈപ്സുകൾ വെച്ചാൽ തുടങ്ങുന്നത്. പക്ഷേ വാർ തുടങ്ങി ഒരു 4-5 വർഷത്തിന് ശേഷം ഈ 4000, കാരണം ഒരു എക്സാമ്പിളാണ് ഇവർക്ക് എവിടുന്നോ ടെക്ക് കിട്ടിയെന്നുള്ള, എന്നിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടി. അങ്ങനെ അമേരിക്ക മനസ്സിലാക്കി, അമേരിക്കയ്ക്ക് അറിയാതെ അന്റാർട്ടിക്കയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്ക് ഇതെന്തുവാണെന്ന് ഉറപ്പിക്കാൻ വയ്യ. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുന്നു, അമേരിക്ക ഈസ് ഗോയിങ് ടു അന്റാർട്ടിക്ക. അവിടെയാണ് നമ്മളുടെ പോഡ്കാസ്റ്റിന്റെ ചാപ്റ്റർ 2 തുടങ്ങുന്നത്, അമേരിക്ക ഇൻ അന്റാർട്ടിക്ക. അപ്പോൾ ചാപ്റ്റർ 2ന്റെ പേര് അഡ്മിറൽ റിച്ചാർഡ് ഇ ബേർഡ് ആൻഡ് അമേരിക്ക ഇൻ അന്റാർട്ടിക്ക. ഇനി അഡ്മിറൽ റിച്ചാർഡ് ഇ ബേർഡ് അന്റാർട്ടിക്കയിൽ പോയ കഥ പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുന്നേ, അതിനെക്കാട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പുള്ളി ആരാണെന്ന് നിങ്ങൾക്കറിയണം. എന്ന് പറഞ്ഞാൽ ഈ അഡ്മിറൽ എന്ന് പറയുന്ന ആളിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ പുള്ളി പറയുന്നതിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാവും. പുള്ളി ഒരു കോൺസ്പിറസി തിയറിസ്റ്റോ ഒരു ടിക്ടോക്കറോ റീലോളിയോ ഒന്നും അല്ല. പുള്ളി ആരാന്നറിയാവോ? എന്ന് പറഞ്ഞാൽ റിയർ അഡ്മിറൽ എന്ന് പറയുന്ന അഡ്മിറലാണ്. അഡ്മിറൽ എന്ന് പറയുന്ന പദവിയിലേട്ട് 41ാമത്തെ വയസ്സിൽ ആയ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരേ ഒരു നേവി ഓഫീസറാണ് പുള്ളി. കാരണം റിയർ അഡ്മിറൽ ആവണമെങ്കിൽ 50, 55, 60 റിട്ടയർമെന്റ് ടൈമിലാണ് ഇതാവുന്നത്. പുള്ളി 41ാമത്തെ വയസ്സിലായി. ദ യങ്ങസ്റ്റ് അഡ്മിറൽ ഇൻ നേവി ഹിസ്റ്ററി. അയാൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന് അറിയാമോ? അയാൾക്ക് US മെഡൽ ഓഫ് ഓണർ കിട്ടിയിട്ടുണ്ട്, US നേവിയുടെ നേവി ക്രോസ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ US മെഡൽ ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. മെഡൽ ഓഫ് ഓണർ പ്രസിഡന്റ് കൊടുക്കുന്ന സാധനമാണ്. നേവി ക്രോസ് എന്ന് പറഞ്ഞാൽ നേവിയുടെ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ്. അതുപോലെ തന്നെ സിൽവർ ലൈഫ് സേവിങ് മെഡൽ കിട്ടിയിട്ടുണ്ട്. 22 സൈറ്റേഷൻസ് ഓർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതെ വെരി അക്കംപ്ലിഷ്ഡ്. 22 സൈറ്റേഷൻസ്, പിന്നെ 9 ബ്രേവറി അവാർഡ്സ്, അതുകൂടാതെ 2 എക്സ്ട്രീം ഹീറോയിസം അവാർഡ്. ഇതൊക്കെ പുള്ളിക്ക് പിന്നെ ഉണ്ടാക്കേണ്ടി വന്നു. കാരണം ഇത് ഉണ്ടാക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി എന്ന് പറയുന്നത് ഒരു റിയൽ ബാഡ് ആസ് ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ ടു ദിസ് ഡേ, ഇന്നത്തെ ദിവസം വരെ റിച്ചാർഡ് ഈ ബേർഡ് എന്ന് പറയുന്ന ആളാണ് US നേവിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ് ഓഫീസേഴ്സ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് ഹ്യൂമാനിറ്റി. മനസ്സിലായോ? അതാണ് അമേരിക്കൻ വാർ ഹീറോ. അതെ, നമ്മൾ ഈ പുള്ളിയെ ഇൻസ്പയർ ചെയ്ത് സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ റെസ്യൂമേ പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. ദ ഫസ്റ്റ് പേഴ്സൺ ഓൺ എർത്ത് ടു ഫ്ലൈ ഓവർ നോർത്ത് പോൾ. മനസ്സിലായോ? നോർത്ത് പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പുള്ളിയാണ് വിടുന്നത്.
അഡ്മിറലാണ്, ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നോർത്ത് പോളിന്റെ മോളിൽ കൂടെ ഒരു പ്ലെയിനിൽ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ അവനെ വിളി. അതാണ് സ്കീം. അപ്പോ അമേരിക്ക ഡിസൈഡഡ് ടു എക്സ്പ്ലോർ അന്റാർട്ടിക്ക. ഹൂ വുഡ് പ്രസിഡന്റ് കോൾ? അഡ്മിറൽ റിച്ചാർഡ് ഇ ബേർഡിനെ വിളിച്ചു. റിച്ചാർഡ് ഇ വന്നു. റിച്ചാർഡ് ഇ ഓപ്പറേഷൻ ഫുള്ള് ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 1946 ഓപ്പറേഷൻ ഹൈ ജംപ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അമേരിക്ക ലോഞ്ച് ചെയ്തു. ഓപ്പറേഷൻ ഹൈ ജംപ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയോ പോയി ഒരു മതിലുണ്ട്, ആ മതിലിന് മുകളിൽ ചാടി അപ്പുറത്ത് പോവുക എന്നതാണ് അവരുടെ ഓപ്പറേഷൻ ഹൈ ജംപ് എന്ന് പറയുന്ന പേര്. ഏത് വാളാണ്, ഏത് മതിലാണ്, ഞാൻ അതിനെപ്പറ്റി ഈ എപ്പിസോഡിൽ പറയുന്നില്ല. ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് ഓഫ് ദി ഐസ് ഫോൾ നമ്മൾ ചെയ്യും. അപ്പം അത് പോട്ടെ. അപ്പോൾ ഒഫീഷ്യൽ മിഷൻ എന്താണെന്നറിയാമോ ഇവരുടെ? വെതർ പാറ്റേൺ സ്റ്റഡി ചെയ്യാനും ജിയോളജി സ്റ്റഡി ചെയ്യാനും മറൈൻ ആനിമൽസിനെ, മീനൊക്കെ പറ്റി പഠിക്കാനും ഫോട്ടോ എടുക്കാനുമാണ് പോകുന്നത്. അങ്ങനെ വെരി ക്യൂട്ട് പ്രോജക്റ്റ്. ഈ ചെറിയൊരു പ്രോജക്റ്റിന് ക്യൂട്ട് ആനിമൽസിൻ്റെയും വെതറും പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റിന് പോകുന്ന കുറച്ച് പേരുടെ ഞാൻ നമ്പേഴ്സ് പറയാം. ദ സ്മോൾ റിസർച്ച് ടീം കൺസിസ്റ്റഡ് ഓഫ് 5,000 മേജർ ഓർ കമാൻഡർ ഓർ അതിൻ്റെ താഴെയുള്ള ലെവലുണ്ടല്ലോ, സോൾജിയേഴ്സ് ഓൺലി. പട്ടാളക്കാരാണ്, നേവി ഓഫീസേഴ്സും ആർമിക്കാരും. 13 നേവൽ വെസൽസ് ഇൻക്ലൂഡിംഗ് ദ ന്യൂവസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ വിത്ത് അറൌണ്ട് 36 എയർക്രാഫ്റ്റ് ഇൻബൗണ്ട്. 36 ഫൈറ്റർ ജെറ്റും ഹെലികോപ്റ്റേഴ്സും കൊണ്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ. അത് കൂടാതെ 4 ബോംബറും 6-7 ഹെലികോപ്റ്റേഴ്സും, 2 ഡിസ്ട്രോയേഴ്സ്, 2 ഓയിൽ ടാങ്കേഴ്സ്, 2 സപ്ലൈ ഷിപ്സ്, 2 ഹെവി ഐസ് ബ്രേക്കേഴ്സും, 2 സീ പ്ലെയിനും, പിന്നെ ഇതൊന്നും പോരാതെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറീൻ. എന്തിനാ പോകുന്നത്? നമ്മുടെ ഇതെന്താണ്, വെതർ പാറ്റേൺസും മറൈൻ ലൈഫിനെയും പഠിക്കാൻ. വിത്ത് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസും ഉണ്ട്. ഇതിൽ എല്ലാം ഫുള്ളി ലോഡഡാണ്. ന്യൂ ആൻഡ് ലേറ്റസ്റ്റ് ടെക്നോളജി വെപ്പൺസ് ലോഡ് ചെയ്താണ് പോകുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡീക്ലാസിഫൈഡ് റിപ്പോർട്ട്സ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്ലാസിഫൈഡ് ആണ്, ഇതെല്ലാം പിന്നെ ഡീക്ലാസിഫൈ ചെയ്തതാണ്. അന്നത്തെ ദിവസങ്ങളൊന്നും ഇതൊക്കെ എല്ലാ ആളുകളോട് പറയത്തില്ല. ഈ പോയ ഇതിൽ റിപ്പോർട്ട്സ് വന്നതിനകത്ത് ഒരു വാക്ക് പോലും ഞാൻ ഈ പറയുന്ന അടുത്ത 4-5 വാക്കിനകത്ത് വന്നിട്ടില്ല. നോ പേഴ്സണൽ ട്രെയിനിങ്, നോ പ്രാക്ടീസ് മാനൂവേഴ്സ് വെയർ കണ്ടക്റ്റഡ്, നോ മിലിറ്ററി എക്സസൈസ് ആൻഡ് നോ സയന്റിഫിക് സ്റ്റഡി ഓർ നോ സയന്റിഫിക് റിപ്പോർട്ട്സ് ഓഫ് എനി കൈൻഡ്. ഓഫ് എനി കൈൻഡ് എന്നാണ് റിപ്പോർട്ടിൽ വന്നേക്കുന്നത്. അക്കോർഡിംഗ് ടു ഐ വിറ്റ്നസ് ടെസ്റ്റിമോണി എന്ന് പറഞ്ഞാൽ പോയ സോൾജിയേഴ്സിൻ്റെ വീട്ടുകാരും ഒക്കെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഐ വിറ്റ്നസ് മാത്രമല്ല, അത് കൂടാതെ ഡീക്ലാസിഫൈഡ് റെക്കോർഡ്സും, അതുപോലെ തന്നെ ഈ റിച്ചാർഡ് ഇ ബേർഡ് ജേണൽ കീപ്പ് ചെയ്യുന്ന ആളാണ്. ജേണൽ കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം പുള്ളി ഈ പോഡ്കാസ്റ്റിന് ഇരിക്കുവാണെന്ന് വെച്ചാൽ, ഞാൻ പുള്ളിയെ പറ്റി സ്റ്റഡി ചെയ്തു, പുള്ളിയുടെ നേച്ചറൊക്കെ. അയാൾ ഈ ഒരു അരമണിക്കൂറിൽ ഒരു 5 കാര്യങ്ങൾ എഴുതിക്കണം. വെറുതെ ഇങ്ങനെ ഇരിക്കും, ബുക്ക് എടുക്കും, ഇങ്ങനെ ഇരുതും, എന്നിട്ട് അടച്ചു വെക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഓപ്പറേഷൻ ഹൈ ജംപ് എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ് സെറ്റപ്പ് ചെയ്യാനാണെന്നും ഈ നാസി ബേസ് 211 എന്ന് പറയുന്ന ബേസ് ഫൈൻഡ് ആൻഡ് ഡിസ്ട്രോയ് ചെയ്യാനാണെന്നും റിക്കവർ ദ സോസർ പ്രോജക്റ്റ് അമേരിക്കയ്ക്ക് വേണം. ആ പ്രോജക്റ്റ് മനസ്സിലായോ? കാരണം അമേരിക്കയ്ക്ക് ഒരു പ്ലെയിനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ലാൻഡ് ചെയ്യുന്നവരെ അതിനെ നിർത്താൻ പറ്റത്തില്ല, ഓടിക്കൊണ്ടിരിക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ കൂളാണെന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്തുന്നവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഒരു വണ്ടിയാണ് ഇപ്പം നമുക്ക് ഉള്ളത് ആകാശത്ത്. പക്ഷെ ഫ്ലൈയിങ് സോസർ അതുപോലല്ല, എവിടെ വേണേലും പോയി നിൽക്കാം, മുകളിലോട്ട് പോവാം, ഇവിടുന്ന് വലത്തോട്ട് പോവാം, താഴെ ഒന്ന് ലാൻഡ് ചെയ്യാം. ആ ഒരു ടെക്നോളജി. അപ്പം അത് പോട്ടെ. അപ്പോൾ ഈ വാർ ട്രൂപ്പ് എന്ന് തന്നെ ഇതിന് പറയണം. ഇവർ ജാനുവരി 15 അന്റാർട്ടിക്കയിൽ എത്തിയിട്ട് ഇവരൊരു ചെറിയ ബേസ് ചെന്നാൽ 2 ദിവസത്തിനകം ഇവർ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങിയ ബേസിൻ്റെ പേരാണ് ലിറ്റിൽ അമേരിക്ക. ഒറിജിനൽ ഡോക്യുമെന്റിന്റെ പേരാണ് നമ്മൾ കൊടുത്തേക്കാം. ലിറ്റിൽ അമേരിക്ക എന്നാണ് അവർ പേരിട്ടത്. അപ്പോൾ ഈ ലിറ്റിൽ അമേരിക്ക ക്യാമ്പ് സെറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കഥ മാറാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒറിജിനലി റിച്ചാർഡ് ഇ ബേർഡ് സൈൻ ചെയ്ത് പുറപ്പെടുന്ന
ഫ്ലീറ്റ് മിഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 6 to 8 months എടുക്കും. 8 മാസം എടുക്കുന്ന പ്രോജക്റ്റാണ് അവർ പറഞ്ഞത്. സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് ആണോ അതോ സോസർ എടുക്കുവാണെങ്കിലോ വാട്ട് എവർ ഇറ്റ് ഈസ് 8 months എടുക്കും. ഓൾ പ്രിപ്പയർഡ്, ഫുൾ പവർ. ഇത്രയും കോടിക്കണക്കിന് മില്യൺസ് ഓഫ് ഇതും ഓയിലും എല്ലാം ചിലപ്പോഴൊക്കെയാണ് വന്നത്. 8 മാസത്തെ പ്രോജക്റ്റ് 40ാമത്തെ ദിവസം രാവിലെ പാക്കപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. മനസ്സിലായോ? ഇത്രയും വലിയ പടയായിട്ട് പോയി 8 മാസം അവിടെ ബേസ് കൊണ്ട് നിർത്തി സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് ചെയ്യാൻ ചെന്ന ടീം 40ാമത്തെ ദിവസം പ്രോജക്റ്റ് വിഡ്രോ ചെയ്തു. എല്ലാവരും തിരിച്ചു വന്നു. എല്ലാവരും അല്ല, അതിനകത്ത് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ പോവാം. തിരിച്ചു വന്നു. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഒരു റീസണും ആരും പറഞ്ഞിട്ടില്ല. അഡ്മിറൽ ജനറൽ അവിടെ പോയി തിരിച്ചു വന്നതിൻ്റെ റീസൺ ആ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ കാരണമാണ്, പുള്ളി ഒരു ലിവിങ് ലെജൻഡ് ആയിരുന്നു അന്ന് വരെ. അയാൾ വന്ന് വിളിച്ചു പറഞ്ഞ കാര്യം കൊണ്ടാണ് മാത്രമാണ് ഹീസ് എ ലെജൻഡ് ഓഫ് ഓൾ ടൈം എന്ന രീതിയിൽ മാറി. എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് ഇനി ലോകത്ത് ഒരാൾക്കും മറക്കാൻ പറ്റത്തില്ല. നമ്മളുടെ പോഡ്കാസ്റ്റിൽ കൂടെയോ നിങ്ങളിൽ കൂടെയോ ഇനി നിങ്ങൾ ഈ കഥ വേറൊരാളുടെ കൂടെ പറയുമെങ്കിലോ ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ കാരണം ഇനി നടന്ന സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ തിരിച്ച് USA എത്തിയതിന് ശേഷം റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നപ്പം ഷിപ്പുകളും പ്ലെയിനുകളും എല്ലാം എണ്ണം കുറവ്. മോസ്റ്റ് ഓഫ് ദ ഷിപ്സ് ആർ വെരി ഹൈലി ഡാമേജ്ഡ്. വെപ്പൺസ് വർക്ക് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ മിസൈൽ സൈലോസ് 90% ഷിപ്പുകളുടെയും ഇൻടാക്റ്റ് ആണ്, എഞ്ചിൻ ഓടുന്നുണ്ട്. മിസൈൽസ് സൈലോസ് കാര്യങ്ങൾ വർക്കാവുന്നില്ല, ജാം ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കൂടാതെ തന്നെ ലോട്ട് ഓഫ് സോൾജേഴ്സ് വെർ മിസ്സിങ്. ഇന്നും അമേരിക്കയുടെ ഒഫീഷ്യൽ മിഷൻ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് ലോട്ട് ഓഫ് സോൾജേഴ്സ് എന്നാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോൾജേഴ്സ് എത്ര പേര് തിരിച്ചു വന്നു, എത്ര പേര് മരിച്ചു എന്നതിന് കണക്ക് അമേരിക്ക ഇതുവരെ പബ്ലിക്കിന് കൊടുത്തിട്ടില്ല. വിവരാവകാശ കമ്മീഷന് കൊടുത്തിട്ട് പോലും ക്ലാസിഫൈഡ് ആണ്. മനസ്സിലായോ? എത്രയോ പേര് മരിച്ചു. എന്നിട്ട് വന്ന സെയിലേഴ്സ് എല്ലാം സ്കേഡായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് റിച്ചാർഡ് ഇ. ബേർഡ് ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തു. ന്യൂസ് റിപ്പോർട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളി അനൗൺസ് ചെയ്തത് എങ്ങനെയാണ്, എ ന്യൂ എനിമി ഈസ് ഇൻ ദ ആർട്ടിക്. ആർട്ടിക്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അന്റാർട്ടിക്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയ എനിമി ഉണ്ട്. ആ എനിമിക്ക് ഏത് രാജ്യത്തിനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും. അവർ നമ്മളെ ഒരു രാജ്യങ്ങളായിട്ട് കാണുന്നില്ല. മനസ്സിലായോ? USA, അമേരിക്ക, പുള്ളി പറഞ്ഞത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എടുക്കുന്നത്. പ്രസിഡന്റ് വാച്ച് ദിസ്, അമേരിക്ക ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ആൻ ഏരിയൽ അറ്റാക്ക് എനി ടൈം. എന്ന് പറഞ്ഞാൽ അമേരിക്ക ആകാശത്തു നിന്ന് വരുന്ന ഏത് അറ്റാക്കും തടയാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. കാരണം എനിമികളുടെ കയ്യിൽ ആകാശത്തൂടെ പോകുന്ന കപ്പലുകളുണ്ട്. ആ കപ്പലുകൾ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിൽ പോകുന്നത് നമ്മൾ മാൻഹാറ്റണിൽ നിന്ന് ന്യൂയോർക്കിൽ പോകുന്നവരേ ഉള്ളൂ. അവരുടെ ടെക്നോളജി നമുക്ക് എന്താണെന്നറിയില്ല. ഞങ്ങൾ പോയ കാര്യം ഫെയിലിയർ ആണ്. നമ്മൾക്ക് ഇന്നേ വരെ അറിയാത്ത പുതിയൊരു എനിമിയുണ്ട്, ജാഗ്രത പാലിക്കുക. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നല്ല, അറ്റാക്ക് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ബേർഡിനെ ഡീബ്രീഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊണ്ട് എല്ലാവരെയും കാണിച്ച് കാര്യങ്ങൾ, ഈ മൊഴിയും കാര്യങ്ങളും മുറയ്ക്ക് നടക്കുമല്ലോ. അത് നടന്നതിന് ശേഷം എത്ര വർഷം അയാൾ ജീവിച്ചിരുന്നു. അന്നത്തെ ദിവസം വരെ പുള്ളിയുടെ ഫാമിലി പറഞ്ഞത് ജനറൽ വാസ് ബാൻഡ് ഫ്രം യൂസിങ് ദ വേർഡ് ഹൈ ജംപ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് എനിത്തിങ്. എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷൻ്റെ പേരോ ആ ഓപ്പറേഷനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാനോ ബാൻ ചെയ്തു എന്നാണ് പറയുന്നത്. മീഡിയയിൽ പിന്നെ പുള്ളി വന്നിട്ടില്ല. കാരണം ഇറങ്ങിയതിന് ശേഷം ഒരാഴ്ച ലോകം മുഴുവൻ ഇയാൾ കിടന്ന് പറയുക, സ്റ്റാറും ആവുകയാണ്. ഒരു മീഡിയയിലും അയാൾ വന്നിട്ടില്ല, ഒരു ന്യൂസ് ചാനലിൽ അയാൾ വന്നിട്ടില്ല, ഒരാളോടോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ മിഷൻ ടോപ്പ് സീക്രട്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് മാത്രമല്ല, ഈ മിഷൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മിഷനെ പറ്റി ഏത് സെയിലർ എന്ന് പറഞ്ഞാൽ സാധാ സെയിലർ ആവാം, അല്ലെങ്കിൽ നേവിമെൻ ആവാം, ഒരു സെയിലറിനും ഈ കാര്യത്തിനെ പറ്റി വെളി പറഞ്ഞുകൂടാ. വെളി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ എന്നറിയാവോ? അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ്. അവരത് മെമ്മോ ഇറക്കി.
ഈ ഓപ്പറേഷനെ പറ്റി നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ മിണ്ടാൻ പാടില്ല. മിണ്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ്. അമേരിക്കൻ ആർമിയുടെ അകത്ത് നിയമം ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെന്തൊക്കെയോ മറക്കുകയാണെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഈ മിഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് സോൾജിയേഴ്സ് വെർ കിൽഡ്. എത്ര പേരാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, വിയറ്റ്നാമില് കുണ്ടും തൊഴിയിൽ കിടന്ന ആളുകൾ മരിച്ചിട്ട് പോലും റിമെയിൻസ് തിരിച്ചു കൊണ്ടുവന്നതാണ്. മരിച്ചവരുടെ ഒരു റിമെയിൻസോ മരിച്ചവരുടെ പേര് പോലും അവർ തന്നിട്ടില്ല. അവര് പറഞ്ഞത് അവരെ അവിടെ അടക്കി, ഞങ്ങൾക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ 5000 പേര് മരിച്ചിരുന്നെങ്കിൽ 5000 പേരെ കൊണ്ടുവരാനുള്ള കോഫിൻ ഉൾപ്പെടെയാണ് അവർ കൊണ്ടുപോയത്. കാരണം യുദ്ധത്തിന് മുമ്പ് അവർ കോഫിൻ 100% കൊണ്ടുപോകും. അതൊരു വാർ റൂളാണ്. അവരതുപോലും ഒരു ബോഡി പോലും തിരിച്ചും കൊണ്ടുവന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിന് ശേഷം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്ന് പറഞ്ഞാൽ ബേർഡ് ഈ റിപ്പോർട്ടിൽ വന്നതാണ്, US റിപ്പോർട്ടിൽ വന്നതാണ്. അഡ്മിറൽ ജനറൽ ബേർഡ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പം ലോസ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ പുള്ളിയുടെ റേഡിയോ കട്ടായി. അന്റാർട്ടിക്കയിലൂടെ പുള്ളി റുട്ടീനായിട്ട് പറന്നുകൊണ്ട് പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 hours റേഡിയോ കട്ടായി. അതിനുശേഷം പുള്ളി തിരിച്ചു വന്നു. അപ്പം റേഡിയോ ലോസ്റ്റിനെ അവർ ലോസ്റ്റ് ടൈം എന്ന് CIA ക്ലാസിഫൈഡ് ഇതിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നത് ഈ റേഡിയോ കട്ടാവാൻ കാരണം റേഡിയോ ഫെയിലിയർ ആണ്, വേറൊന്നും ഇല്ലെന്ന് അവരതിൽ എടുത്ത് പറയുന്നുണ്ട്. കാരണം റിച്ചാർഡ് ഈ ബേർഡ് വന്നിട്ട് ഈ 3 മണിക്കൂർ എന്താ സംഭവിച്ചതെന്ന് ലോകത്തിനോട് പറഞ്ഞുപോയി. അത് നെറ്റിൽ കിട്ടത്തില്ല, യൂട്യൂബിൽ കിട്ടത്തില്ല, എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുള്ളി ജേണൽ എഴുതുന്ന ആളാണ്, പുള്ളി എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി ഇന്ന് രാവിലെ 10 മണിക്ക് എങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്താലും 4 മണിക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. അത് അയാളുടെ ക്വാളിറ്റിയും അയാളുടെ ട്രെയിനിങ്ങുമാണ്. ഒന്നാമത് അയാൾ ഒരു എക്സ്പെഡിറ്റർ ആണ്. പുതിയ ലാൻഡ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോഴത്തേനും ചുവരിൽ താഴെ റൈറ്റ് 3 o'clock കൂടെ ഒരു പുഴ ഒഴുകുന്നു. പുഴയുടെ ഇവിടെ 4 നിരയിലുള്ള മലകൾ വരുന്നുണ്ട്. മലയുടെ അപ്പുറത്ത് വാലിയാണ്. കാരണം പുള്ളിയുടെ തൊഴിൽ അതാണ്. അപ്പോൾ ഈ സാധനം എല്ലാവരും നോക്കി. അയാളുടെ ജേണല് ലോകത്താരും കണ്ടിട്ടില്ല. ആ ജേണല് അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കൻ ഗവൺമെന്റ് എടുക്കുകയും അതിനെ ക്ലാസിഫൈ ചെയ്യുകയും അത് ലോകത്ത് ഒരാൾക്കും വെളി വിട്ടു കൊടുത്തിട്ടുമില്ല. റിച്ചാർഡ് ജനറൽ ബേർഡിന്റെ റേഡിയോ സന്ദേശങ്ങൾ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഓഡിയോയും നശിപ്പിച്ചു, വീഡിയോയും നശിപ്പിച്ചു. പിന്നെ റൈറ്റിംഗ് ആയിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ, അത് മാത്രം കുറച്ച് സർവൈവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അയാൾ പ്രായമായി മരിച്ചു. ഇയാൾ മരിക്കുന്നതിന് മുന്നേ ഇയാൾ ഒരു സീക്രട്ട് ഡയറി കീപ്പ് ചെയ്തിരുന്നു. ആ സീക്രട്ട് ഡയറിയിൽ ഇയാൾ കണ്ടതും കേട്ടതും എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ട് മരിക്കുന്നതിന് ഡെത്ത് ബെഡിൽ വെച്ച് പുള്ളി ഇത് മകനോട് കൊടുത്തിട്ട് പറയും, ഈ സാധനം നീ ലോകം മുഴുവൻ കാണിക്കണം, അച്ഛന് പറ്റിയില്ല, അച്ഛനൊരു പേടിത്തൊണ്ടനായിപ്പോയി എന്നിട്ട് പറഞ്ഞ് ഇത് കൊടുക്കുകയും പുള്ളി മരിക്കുകയും ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഈ ബേർഡ് എന്ന് പറയുന്ന ആളുടെ ഡയറിയിൽ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ആര്യൻസിലോട്ടും ബാക്കി കാര്യങ്ങളിലോട്ടും കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ എക്സ്പെഡിഷൻ തുടങ്ങി ഒരു ദിവസം ഏർലി മോർണിംഗിൽ പുതിയൊരു ഏരിയ പുള്ളി കണ്ടുപിടിക്കാൻ പോവാം. ന്യൂ ഏരിയ ഫ്ലൈറ്റ് ആണ്. അപ്പോഴത്തേക്കും എല്ലാ ഫ്ലൈറ്റ് ചെക്ക് ചെയ്തു. അവിടെ ഉള്ളതിനകത്ത് ഏറ്റവും വലിയ ഫ്ലൈറ്റാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഫ്ലൈറ്റാണ്. വെതർ നോർമലാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നു. 8:15 റേഡിയോ ചെക്ക് പറയുന്നു. 9:10 കളർ പാറ്റേൺസിനെ പറ്റി തിരിച്ചു പറയുന്നു. ഇതെല്ലാം റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ നിങ്ങൾക്കും അവൈലബിൾ ആണ്. കാരണം ഡീക്ലാസിഫൈ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. 9:45 റിപ്പോർട്ട് നാവിഗേഷൻ ഗേജ് ചിലത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുന്നു. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, വോയിസ് ഉണ്ട്, പുള്ളി തന്നെ പറയുന്നുണ്ട്, എനിക്ക് സൂര്യനെ കാണാം, സൂര്യൻ വെച്ചാണ് ഞാൻ ഇപ്പോൾ നാവിഗേറ്റ് ചെയ്യുന്നത്, കാരണം നിങ്ങളുടെ ബേസ് ഡയറക്റ്റ് സൗത്താണ്, സൂര്യൻ നോർത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വോയിസിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ശേഷം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, പുള്ളി പറയുന്നുണ്ട്, എൻ്റെ കൺട്രോൾസ് കുറച്ച് സ്ലഗ്ഗിഷ് ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിൻഡ് ഫ്രീസ് ആവുന്നതാവാം, അല്ലെങ്കിൽ തണുപ്പ് കൂടുന്നതാവാം, എന്തോ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ലെഫ്റ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ലെഫ്റ്റിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ പുള്ളി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ വിൻഡ് കൊണ്ടാവാമെന്ന് പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് മുകളിൽ കുറച്ച് മൗണ്ടൻസ് കാണാമെന്ന്. എന്നിട്ട് ഞാൻ പുള്ളി പറയുന്ന ക്ലിപ്പ് ഇവിടെ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട്
ഈ പുള്ളി പറയുന്നത് അവിടെ കുറച്ച് ഗ്രീൻ വാലീസ് ഉണ്ടെന്നും അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നും ഒക്കെ പറയുന്നിട്ടുണ്ട്. അതിൻ്റെയും ക്ലിപ്പ് ഇവിടെ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത് താഴെ കാണുന്ന ഗ്രീൻ ഗ്രാസ് ആണെന്നോ മോസ് ആണെന്നോ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല, പക്ഷെ താഴെ ഉള്ളത് പച്ച കളറിലുള്ള മരങ്ങളോ പുല്ലോ സാധനങ്ങളോ ആണെന്ന് ഐ ആം 100% ഷുവർ എന്ന് റേഡിയോ ബാക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റേഡിയോ റിപ്പോർട്ട് വരുന്നത് പുള്ളി അതിശയിച്ചുകൊണ്ട് കിടന്ന് അലറുന്നതാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ആനിമലിനെ സ്പോട്ട് ചെയ്യാം. പുള്ളി പറയുന്നത് ആ പച്ചപ്പിൽ എനിക്കൊരു ആനയെ കാണാം, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡിക്രീസിങ് ആൾട്ടിറ്റ്യൂഡ് ടു 7000 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സാധനം താഴോട്ട് എത്തിയിട്ട് പുള്ളി പറയുന്നത് ഞാൻ വീഡിയോ ഇട്ടേക്കാം, ചെറിയ ക്ലിപ്പാണ്. അപ്പോഴത്തേക്കും അത് ഒരു മാമത്താണെന്നും അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. മാമത്തിനെ പോലെ ഇരിക്കുന്ന എന്തോ, പുള്ളി മാമത്തിനെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പുള്ളി വേറൊരു കാര്യം അറിയാതെ ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ തണുപ്പ് പോയി. പുള്ളിയുടെ ഈ തലയിൽ വെച്ചേക്കുന്ന സാധനത്തിൽ നിന്ന് വിയർപ്പ് വരുന്നു. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ കാണാം ഫ്രോസ്റ്റ് എല്ലാം പോയി, സാധനങ്ങളെല്ലാം പോയി, ഈ വിൻഡോ എല്ലാം ക്ലിയറായി, ചൂടാവാൻ തുടങ്ങി. അപ്പോൾ പുള്ളി റേഡിയോയിൽ വഴി ക്യാബിൻ റിപ്പോർട്ട് ചെയ്യുകയാണ്, എനിക്കിപ്പം ക്യാബിൻ ടെമ്പറേച്ചർ കാണിക്കുന്നത് 74 ഫാരൻഹീറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പുള്ളി പ്ലെയിനിൽ പോയിട്ട് 24 ഡിഗ്രി സെൽഷ്യസിലാണ് പുള്ളി ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഗമണ്ണും മൂന്നാറും ഒക്കെ വൈകിട്ടുള്ള തണുപ്പ്. അന്റാർട്ടിക്കയിലെ കാര്യം അഡ്മിറൽ റിച്ചാർഡ് ഇ ബേർഡ് ആണ് പറയുന്നത്. അന്റാർട്ടിക്കയെ നിങ്ങൾ മനസ്സിലാക്കണം എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. റിച്ചാർഡ് ഇ ബേർഡും എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യമേ. 24 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പുള്ളി റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അത് കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഗേജോ തെറ്റല്ല. പുള്ളിക്ക് മൈനസിൽ നിന്ന് ഫ്രീസ് ചെയ്തിട്ട് വിയർപ്പ് വന്നപ്പോഴാണ് പുള്ളി മാറ്റുന്നത്. ചൂടായി തുടങ്ങി. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് പതിയെ പതിയെ വർക്കാവാൻ തുടങ്ങി. അതിനുശേഷം റേഡിയോ നഷ്ടപ്പെട്ടു. അപ്പോഴാണ് പുള്ളിക്ക് റേഡിയോ നഷ്ടപ്പെടുന്നത്. പുള്ളിയുടെ അവസാനത്തെ റേഡിയോ റിപ്പോർട്ട് നഷ്ടപ്പെടുന്നതിന് മുന്നേ ഉള്ളത് പുള്ളിക്ക് ഇൻസ്ട്രുമെന്റ്സ് വർക്കാവാൻ തുടങ്ങി, എനിക്ക് ചൂടെടുക്കുന്നു, 24 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ ക്യാബിനിൽ കാണിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് റേഡിയോ നിന്നു. ഒഫീഷ്യൽ റിപ്പോർട്ട്, ഞാൻ നേരത്തെ ഒഫീഷ്യൽ റിപ്പോർട്ട് വായിച്ചിരുന്നു, 3 മണിക്കൂറത്തേക്ക് റേഡിയോ കിട്ടിയില്ല എന്ന് CIA തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ 3 മണിക്കൂർ എന്തൊക്കെ നടക്കുന്നതെന്നാണ് റിച്ചാർഡ് ഈ ബേർഡിൻ്റെ മകന് കൊടുത്ത ഡയറിയിൽ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെയും പുള്ളി ഒരു 1 അവർ മുന്നോട്ട് ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്തപ്പോൾ ഒരു വൈറ്റ് സ്ട്രക്ചർ, ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ഞാൻ പറയത്തില്ല, ആർട്ടിഫിഷ്യൽ സ്ട്രക്ചർ അവിടെ പണിഞ്ഞ പോലെ പുള്ളി കാണുന്നുണ്ട്. പുള്ളി ആൾട്ടിറ്റ്യൂഡ് കുറയ്ക്കണോ എന്ന് നോക്കാൻ വേണ്ടി ലെഫ്റ്റും റൈറ്റും നോക്കാനും വേണ്ടി സ്റ്റിക്ക് മാറ്റിയപ്പോൾ വണ്ടി ചെറുതായിട്ട് അനങ്ങുന്നില്ല. ഈ സ്ലഗ്ഗിഷായി എന്ന് പറഞ്ഞില്ലേ, സ്ലഗ്ഗിഷായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം പുള്ളി ആറ്റിറ്റ്യൂഡ് കൂട്ടുകയും കുറയ്ക്കാൻ വേണ്ട ഇങ്ങനെ തന്നെ പോയി നോക്കി ഫോട്ടോഗ്രാഫ് എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പുള്ളി പോയപ്പോഴത്തേക്കും ലെഫ്റ്റിലും റൈറ്റിലും ഓരോ എയർക്രാഫ്റ്റ് പ്ലെയിനുകളും വരുന്നു. പുള്ളി വിചാരിക്കുന്നത് ഇത്രയും സ്പീഡിൽ വരണമെങ്കിൽ ഇത് US മിലിറ്ററിയുടെ ആവാൻ സാധ്യതയില്ല, ഇതെന്തുവാണെന്ന് അറിയത്തില്ല, പക്ഷെ പ്ലെയിൻ ആണല്ലോ, ആൻഡ് ഹീ ഈസ് എ പൈലറ്റ്, പേടിയൊന്നും വരേണ്ട കാര്യമില്ല. പുള്ളി ആണെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് ക്യാമറ എറിഞ്ഞാലും അപ്പുറത്തുള്ളത് പൊട്ടിക്കും. അമ്മ അതിൻ്റെ ഒരു ഡെയർ ഡെവിളാണ്. അപ്പം പുള്ളി ലെഫ്റ്റിലും റൈറ്റിലും വന്നപ്പോഴത്തേക്കും ഈ സാധനങ്ങൾ ഭയങ്കര അടുത്ത് ക്ലോസിങ് ചെയ്യുന്നത് മനസ്സിലായി. അങ്ങനെ ക്ലോസിങ് ചെയ്യുന്നത് മനസ്സിലായപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി അപകടമാണ്. ദീസ് ആർ നോട്ട് അമേരിക്കൻ പ്ലെയിൻസ് ഇത്രയും സ്പീഡില്ല, കേപ്പബിലിറ്റി ഇല്ല. അങ്ങനെ പുള്ളി ഒരു ഹാർഡ് റൈറ്റ് താഴോട്ട് ഡിപ്പ് ചെയ്യും. പുള്ളിയാണ് എഴുതിയത്, ഹാർഡ് റൈറ്റിൽ ഡിപ്പ് ചെയ്ത് താഴോട്ട് പോയി എസ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും സ്റ്റിക്ക് മാത്രമേ അനങ്ങുന്നുള്ളൂ, പ്ലെയിൻ അനങ്ങുന്നില്ല, ഒരു തുള്ളി അനങ്ങുന്നില്ല. അപ്പോൾ പുള്ളിയുടെ പ്ലെയിൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും ഓരോ പ്ലെയിൻ വന്ന് നിൽക്കുകയാണ്. പ്ലെയിൻ വന്ന് നിന്ന് പുള്ളി ലെഫ്റ്റിലോട്ട് നോക്കി, ഞെട്ടി. വേറൊന്നുമല്ല, അതിനകത്ത് ഏളിയനാണ്, അങ്ങനൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ആ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഡിസ്കിലാണ് അവർ വന്ന് നിന്നത്. എൻ്റെ പ്ലെയിനിൻ്റെ സ്പീഡ് എത്രയാണോ അത് തന്നെയാണ് അവരുടെ സ്പീഡ്. ആ ഡിസ്കിനകത്ത് സ്വാസ്തിക വരച്ചേക്കുകയാണ്. മനസ്സിലായോ? സ്വാസ്തിക വരച്ചേക്കാണ്. എന്നിട്ട് ബാക്കി ഞാൻ പറയാം. എങ്ങോട്ടാ പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ പറയണം. ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ ഇവർ അന്റാർട്ടിക്കയിൽ എത്തിയതിന് 2-3 ദിവസങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ
ഈ ബേസ് സെറ്റപ്പ് ലിറ്റിൽ അമേരിക്കൻ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ മുകളിൽ ഈ ലൈറ്റുകൾ വരാനും എന്താ സ്ട്രേഞ്ച് ലൈറ്റ്സുകൾ വരാനും അപ്പൊ പലരും വിചാരിച്ചത് ഇവർക്ക് ഈ മാസങ്ങൾ വെള്ളത്തിൽ കൂടെ പോയോണ്ട് സീ സിക്നസ് വരികയാണ്. പലരും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് സോൾജേഴ്സ് ഷൂട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ കാണാം ഇത് തിരിച്ച് വരാൻ നോക്കി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഓക്കെ ജർമ്മനിക്കാരാണ്, ജർമ്മൻസ് ആണ്, അവരപ്പുറത്ത് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം ബ്ലൈൻഡ് ആണ്. നമ്മളിപ്പം ഈ വീട്ടിൽ നിന്ന് രാത്രി 2 വീട് അപ്പുറത്തൊരു അടിക്ക് പോയാൽ തന്നെ നമുക്ക് പേടിയാം. ആൻഡ് ഈ ആളുകൾ അന്റാർട്ടിക്കയിൽ പോയി ഇരുട്ടത്തിൽ നിൽക്കുക, വേറൊരു കോണ്ടിനെന്റിൽ. അപ്പോൾ ഇവര് മനസ്സിലാക്കി ഇത് കോണ്ടാക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൈൽ എന്ന് പറയും, പ്രശ്നക്കാരാണ് എന്ന് മനസ്സിലാക്കി ഇവര് USS ബ്രൗൺസൺ എന്ന് പറയുന്ന കപ്പല് ഇവരെ ഷൂട്ട് ചെയ്തു. ഓരോ ഷോട്ടും റെക്കോർഡറാണ് എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിലും എക്സ്പെഡിഷനും ഒക്കെ പോകുന്ന ആളുകൾ ഓരോ ഷോട്ട് ഫയർ ചെയ്യുന്നത് അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് റെക്കോർഡർ ഉണ്ട്, ആളാണത്. അപ്പം ബോമൻ ഫയർ ചെയ്തു. ബോമൻ ഫയർ ചെയ്ത് എങ്ങോട്ടാണ്? ഏരിയൽ ടാർഗറ്റിനെയാണ് ഫയർ ചെയ്യുന്നത്, അന്റാർട്ടിക്കയിൽ. അത് എന്ത് ഏരിയൽ ടാർഗറ്റ് ആണെന്ന് ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടില്ല. ഏരിയൽ ടാർഗറ്റ്, ഏരിയൽ ടാർഗറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫയർ ചെയ്തു. ഫയർ ഹിറ്റ് ആയതുപോലെയാണ് തോന്നിയത്, പക്ഷെ നോ എഫക്റ്റ്, ലൈറ്റ് വാനിഷ് ആയിട്ടില്ല. എല്ലാ ഫൈറ്റും ഞാൻ പറഞ്ഞ പോലെ, എല്ലാ ഫയറും ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡറാണ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റനന്റ് ജോൺ സൈലസൺ എന്ന് പറയുന്ന ആൾ ടെസ്റ്റിമോണി കൊടുത്തതാണ്. ഈ ക്രാഫ്റ്റ് ഞാൻ കണ്ടതാണ്. ലെഫ്റ്റനന്റ് ആണ്. ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞാൽ സിപ്പായി മറ്റേ ശുപ്പായി ഒന്നും അല്ല, ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ആള് ജോൺ സെയ്ലോൺസൺ പറയുന്ന ആള് ടെസ്റ്റിമോണി കൊടുത്തതാണ്. ഈ ക്രാഫ്റ്റ് വരുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തത് അമേരിക്കക്ക് കൊടുത്തതാണ്. ഈ ക്രാഫ്റ്റ് വെള്ളത്തിൽ നിന്നാണ് പൊങ്ങി വന്നത്. അവർക്ക് വാട്ടറിൽ കൂടെയോ ആകാശത്തിൽ കൂടെയോ സഞ്ചരിക്കുന്നതിൽ ഒരു വ്യത്യാസമില്ല. അവര് ഭൂമി എന്ന മീഡിയത്തിൽ എല്ലാത്തിലോടും ഒരുപോലാണ് സഞ്ചരിക്കുന്നതെന്ന്. മനസ്സിലായോ? ആന്റി ഗ്രാവിറ്റി വെപ്പൺസിനെ പറ്റിയാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ അവർ പൊങ്ങി വരികയും നമ്മളെ ഒബ്സർവ് ചെയ്തതിന് ഷോട്ടൊക്കെ ശേഷം ഇവർ വെള്ളത്തിൽ തന്നെ തിരിച്ചു പോയെന്നുമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് USS കൊർട്ടൂൾ എന്ന് പറയുന്ന പ്ലെയിൻ, ഞാൻ ആ പ്ലെയിനിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തത്, പ്രൊണൗൺസിയേഷൻ തെറ്റുകയാണ് കേട്ടോ, കറക്റ്റ് ഡോക്യുമെന്റിൽ നിന്ന് വരുന്ന ഫോട്ടോസും പ്ലെയിനുകളും കഥയുമാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത ദിവസം രാത്രിയോ പകലോ എങ്ങാണ്ട് ഈ കൊർട്ടൂളിൽ നിന്ന് ഫയർ, അല്ലെങ്കിൽ ഇവർ മോളി വന്ന് പിന്നെ വന്നപ്പം ജനറൽ പറഞ്ഞു പെട്രോൾ പോട്ടെ, തിരിച്ച് ഇവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ആയതും ഒരു ലൈറ്റ് അതിൻ്റെ ദേഹത്തോട്ട് അടിക്കുകയും ആ പ്ലെയിൻ കപ്പലിൽ വീണ ആ പ്ലെയിനിലുള്ള എല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. ഇറ്റ് ഈസ് റെക്കോർഡഡ്. അതിനകത്ത് അവർ പറയുന്നത് ടേക്ക് ഓഫിന്റെ രീതിയിൽ മരിച്ചു എന്നാണ്, പക്ഷെ ഞാൻ പറയുന്നത് ടെസ്റ്റിമോണീസ് ആണ്. ഈ ഒരു പ്ലെയിൻ എങ്ങനെയാണ് ചുമ്മാ ഇല്ലാതായി വെള്ളത്തിൽ വീണ് മരിക്കുന്നത്? അപ്പോൾ അങ്ങനെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റിമോണി USS മാഡോക്ക് എന്ന് പറയുന്ന ടോർപീഡോ ബോട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ ടു എയർ ടോർപീഡോസും, അല്ലെങ്കിൽ ഈ സാധനം വെള്ളത്തിൽ വന്ന് ഇറങ്ങിയില്ലേ, വെള്ളത്തിൽ വന്ന് ഇറങ്ങിയപ്പം വെള്ളത്തിലോട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവർ ഏരിയൽ അറ്റാക്ക് ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞു, കാരണം പ്ലെയിൻ പൊങ്ങി അപ്പോഴേ വീഴുക. അങ്ങനെ ഈ സാധനം വെള്ളത്തിൽ വന്നപ്പം ഫോളോ ചെയ്യാൻ പറഞ്ഞു. ടോർപീഡോ ബോട്ട് ഇതിൻ്റെ പുറകെ പോയതും ഒരു എത്രയോ മൈല് പോയെന്നാ പറഞ്ഞു, 1 മൈൽ എന്തോ ഫോളോ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെയും പുറകിൽ ഒരു ലൈറ്റ് വന്നു. നോ സൈൻ ഓഫ് ദാറ്റ് ബോട്ട് ഓർ ദോർ സെയിലേഴ്സ്. എല്ലാവരും മരിച്ചു. ഒരു ലൈറ്റ് വരുന്നു, എക്സ്പ്ലോഡ് ചെയ്യുന്നു, സിങ്ക് ആവുന്നു. ഇതുപോലെ ചെറിയ ചെറിയ അറ്റാക്സ് ഫോളോ ചെയ്തു. ഒത്തിരി പേര് മരിച്ചു. ആ 2 ദിവസത്തിൽ തന്നെ മരിച്ചവരുടെ എണ്ണം ഏകദേശം 200 പേരുണ്ടെന്നാണ് അൺഒഫീഷ്യൽ റെക്കോർഡ്സ്. ഒരു ദിവസം ആക്സിഡന്റ് പറ്റിയ ഒരാൾ മരിക്കാം, 2 പേര് മരിക്കാം. 200 പേര്, അതും US സോൾജേഴ്സ് മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അനോമലിയാണ്. അഥവാ ആ മരണപ്പെട്ടവർക്ക് കണക്കില്ലാതാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അഡ്മിറൽ ബെറർ പുള്ളി പോയി അവിടെ ഈ 2 പ്ലെയിനും വന്നിട്ട് ഒരു റേഡിയോ വരുന്നുണ്ട്. ആ റേഡിയോയുടെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. ഇത് കൺസെപ്റ്റ് വീഡിയോസ് ആണ്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റേഡിയോ ഫ്രീക്വൻസി ഇല്ലേ, പുള്ളി വിളിച്ചു പറഞ്ഞ സാധനങ്ങളും പുള്ളി ഡയറിയിൽ എഴുതിയ പുള്ളിയുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിലുള്ള സാധനങ്ങളും വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്ത വീഡിയോയാണ് ഞങ്ങൾ ഇടുന്നത്. അതും കൂടെ കണ്ടോളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബേർഡ് പതുക്കെ അവരുടെ എയർ സ്ട്രിപ്പിലേക്ക് ലാൻഡായി. വീഡിയോ നമ്മൾ കോപ്പിറൈറ്റ് അനുസരിച്ചിടാം. അതെ. ഇത് ലാൻഡായതിനു ശേഷം ഇവരെ ഗ്രീറ്റഡ് ബൈ ഹ്യൂമൻസ് എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. മനുഷ്യര് തന്നെയാണ്, പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ ഒരു ചെറിയ മനുഷ്യനായി പോയി.
അങ്ങനെയാണ് പുള്ളി എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് 6 to 7 footers ആണ്. എന്നിട്ട് അയാൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ വെരി ടോൾ ആൻഡ് ബ്ലോണ്ട് ഹെയർ, എല്ലാവർക്കും ബ്ലോണ്ട് ഹെയർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ, എന്നിട്ട് പുള്ളിയെ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ, ഗുരു എന്നോ കുറു എന്നോ എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട്. പുള്ളി ആ വാക്ക് പറഞ്ഞത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ആ CAAയുടെ ബുക്കിൽ മാസ്റ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. മാസ്റ്ററിനെ കാണാൻ പോയെന്നും മാസ്റ്ററിനെ പരിചയപ്പെട്ടിട്ട് മാസ്റ്റർ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ റേസിന്റെ പേര് അരിയാണി എന്നാണെന്നാണ്. ആരിയാണി എന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങളെന്നും, നിങ്ങളെക്കാട്ടിയും പ്രീഡേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെന്നും, നിങ്ങളെ പോലെ കുറേ പേര് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ ആ പോണ്ടി താമസിക്കുന്നവരല്ലേ, പൊട്ടക്കളത്തിൽ, ആ പൊട്ടക്കളത്തിൽ താമസിക്കുന്നതല്ലേ, ഞങ്ങൾ ഈ വലിയ ലോകത്ത് താമസിക്കുക. അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, ഞങ്ങളല്ലേ വലിയ ലോകം, നിങ്ങളല്ലേ ഈ കുഞ്ഞ് അന്റാർട്ടിക്ക? അങ്ങനെ അല്ല, നിങ്ങളാണ് ആ ചെറിയ ഐലൻഡിൽ താമസിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ. ഈ ഐലൻഡിന് അപ്പുറത്തോട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഐലൻഡുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ക്ലാസിഫൈഡ് ആണ്. എന്നിട്ട് ഈ ബേർഡ് തിരിച്ച് ബേസിലോട്ട് വരികയും ബേസിൽ വന്ന് ഈ രാത്രി ഇറങ്ങിയില്ലേ, അടുത്ത ദിവസമാണ് ഇവർ റിട്ടേൺ അടിക്കുന്നത്. പിന്നെ അവിടെ നിന്നില്ല, പിന്നെ ഒരു ദിവസം പോലും നിന്നില്ല. എന്നിട്ട് ബേർഡ് പെൻറ്റഗണിലോട്ട് 2 ആഴ്ച കഴിഞ്ഞ് ബ്രീഫിംഗ് നടന്നു എന്ന് പറഞ്ഞില്ലേ, ബേർഡ് വന്നു, ഇതെല്ലാം വാർത്തക്കാരോട് വിളിച്ചു പറഞ്ഞു. ഈ സംഭവങ്ങളാണ് കുറേ പരന്നത്. അയാൾ അന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് പറയാൻ സോഴ്സ് എങ്കിലും ഉണ്ടാവുന്നത്. അയാൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പെൻറ്റഗണിൽ ചെന്ന് പ്രസിഡന്റ് നേരിട്ടാണ് പുള്ളിയെ കാണുന്നത്. മനസ്സിലായോ? പ്രസിഡന്റ് നേരിട്ട് കണ്ടിട്ട് പ്രസിഡന്റിനോട് പുള്ളി പറഞ്ഞു, നമ്മളുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് അവർക്ക് ലിങ്ക് ഉണ്ട്, നമ്മളത് ഉപയോഗിക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് പറഞ്ഞു എന്ന്. കാരണം ഞങ്ങൾ നിങ്ങൾക്കിത് തന്നപ്പോൾ നിങ്ങൾ വാക്ക് തന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞു, ഞങ്ങളൊന്നും വാക്ക് തന്നിട്ടില്ല, നിങ്ങൾ തന്നെ. ന്യൂക്ലിയർ വെപ്പൺ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ഓപ്പൻഹൈമർ ഈസ് എ ജർമ്മൻ. ഓപ്പൻഹൈമർ ഈസ് എ ജർമ്മൻ സയന്റിസ്റ്റ്. ജൂ ആയിരിക്കാം, അയാൾ ജർമ്മനിയിലുള്ള ആളാണ്. കാരണം ന്യൂക്ലിയർ അറ്റോമിക് ഫിഷൻ കണ്ടുപിടിച്ചത് ജർമ്മനിയിലാണ്. നമ്മൾ സിനിമ കണ്ടതല്ലേ, അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്നൊക്കെ വിളിച്ച് പറയുന്നത് ഹൈസൻബർഗ് എന്ന് പറയുന്ന ഒരാൾ ജർമ്മനിയിലാണ് ഈ അറ്റോമിക് ഫിഷൻ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചതല്ല, ഞങ്ങൾ കൊടുത്തതാണെന്നും എനർജിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്തതാണെന്നൊക്കെയാണ് പറയുന്നത് പുള്ളി. അപ്പം അന്ന് വരെ ഈ കാര്യങ്ങളൊക്കെ ക്ലാസിഫൈഡ് ആണ്. അപ്പം അഡ്മിറൽ വന്ന് പ്രസിഡന്റിനോട് പറയുകയാണ് അവരാണ് നമുക്ക് തന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പ്രസിഡന്റിന് മനസ്സിലായി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ അഡ്മിറലും പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ അഡ്മിറല് വാസ് ഓർഡേർഡ് ഫോർ സൈലൻസ് എന്നാണ് അതിനകത്തെ വാക്ക്. പുള്ളി അതിനെപ്പറ്റി പിന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പുള്ളി അങ്ങനെ മാർച്ച് 11, 1957 മരിക്കുന്നത്. മരിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ മകൻ ആ ഡയറി റിലീസ് ചെയ്യുന്നത്. ഡയറി റിലീസ് ചെയ്ത് ഒരു 7-8 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ലോകത്തെല്ലായിടത്തും ഇതായി. അതിന് ശേഷം വെറും മാസങ്ങൾക്ക് ശേഷം എ ന്യൂ ലോ വാസ് റിട്ടൺ ഓൺ എർത്ത്. ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവൻ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ടുകൊണ്ടിരിക്കുക. ഇറാൻ ഇറാഖിനെ ഇടുന്നു, ഇറാഖ് സിറിയ ഇടുന്നു, സിറിയ UAE ഇടുന്നു, അമേരിക്ക പാകിസ്ഥാനെ ഇടുന്നു, പാകിസ്ഥാൻ ചൈനക്ക് ഇടുന്നു, ഇന്ത്യ അതിൻ്റെ മണ്ടേ കൊണ്ടിടുന്നു, ജർമ്മനി വാർ, ഇറ്റലി, ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 60 രാജ്യങ്ങളുടെ 32 ആദ്യമേ, പിന്നെ ട്രീറ്റി 60 പേരിലോട്ട് പോയി. 60 പേര് പോയി ഇറ്റലിയിൽ വെച്ചായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ദി അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റി എഴുതി ഒപ്പിട്ടു. എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫോർബിഡ് എനിവൺ ഗോയിങ് ടു അന്റാർട്ടിക്ക ബൈ ഹിസ് ഓൺ വിൽ. എന്ന് പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കോ അന്റാർട്ടിക്കയിൽ പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ നേവി തന്നെ നമ്മളെ ഷൂട്ട് ചെയ്തിടും. കാരണം ഇന്ത്യൻ നേവി ഈസ് ഒബ്ലൈസ്ഡ് ടു ഡു ഇറ്റ്. കാരണം അത് ഡീലാണ്, അത് ട്രീറ്റിയാണ്. അന്റാർട്ടിക്കയിലോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ് ടൂർ മാത്രമേ കിട്ടത്തുള്ളൂ. അതും ഹൈ ലെവൽ ഇൻഡിവിജ്വൽസിനും നമ്മളെ മീഡിയയിൽ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കുറേ പേരെ എല്ലാ സംസ്ഥാനത്തു നിന്നും കൊണ്ടുപോകും. എന്നിട്ട് അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക നമ്മൾ കൂട്ടിയിട്ടേക്കും അല്ലാന്ന് കാണിക്കാൻ. അഥവാ കൊണ്ടുപോയാലും അന്റാർട്ടിക്കയുടെ 2-3 റീജിയൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ വീട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ഗേറ്റ് കൊണ്ട് കാണിച്ചിട്ട് പറയും ഇതാണ് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ 2-3 പോയിന്റുകളിൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അത് മാത്രമല്ല ഡെസിഗ്നേറ്റഡ് ഏരിയാസ് മാത്രം കൊണ്ട് കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കാനും തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് തരാം. അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലം യൂറോപ്പിനെക്കാട്ടി വലുതാണ്. അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെക്കാട്ടി വലുതാണ്. ഓസ്ട്രേലിയക്കാട്ടിയും വലുതാണ്. ഇത്രയും വലിയ ലാൻഡ് മാസ് എന്തുകൊണ്ടാണ് പ്രൊഹിബിറ്റ് ചെയ്തത് എന്ന് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഐസ് മെൽറ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നത്? ഈ എന്നും പോയി ബോംബിടുന്നവരാണോ ഇത് ഐസിനെ പേടിച്ച് അവിടുത്തെ പെൻഗ്വിൻ ചാവണ്ടെന്ന് വിചാരിച്ചത് ചെയ്യുന്നത്? നോ. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. നമ്മളുടെ സ്ഥലമല്ല അത്. ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരു കോണ്ടിനെൻ്റ് അല്ല. നമ്മൾ ഒരു എൻക്ലോഷറിലാണ് ഇരിക്കുന്നതെന്നും ആ എൻക്ലോഷറിന് അപ്പുറം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലോകമാണെന്ന് വെച്ചോ. ഇത് ഇന്ത്യ, ഇത് ഓസ്ട്രേലിയ, ഇത് അമേരിക്ക, ഇങ്ങനെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ മാപ്പ് എടുത്ത് നിങ്ങൾ ഈ ഫ്ലാറ്റ് മാപ്പ് അല്ല ഞാൻ പറയുന്നത്, ഗ്ലോബ് എടുത്തിട്ട് ഗ്ലോബ് മണ്ടേന്ന് നോക്കണം. അപ്പം ഇങ്ങനെ ഇരിക്കും എല്ലാ രാജ്യങ്ങളും. ഇന്ത്യയിൽ നിന്ന് താഴോട്ട് പോയാലും അന്റാർട്ടിക്ക എത്തും ഗ്ലോബിനകത്ത്. അമേരിക്കയിൽ നിന്ന് താഴോട്ട് പോയാലും അന്റാർട്ടിക്ക എത്തും. ഏത് രാജ്യത്തിൽ നിന്ന് താഴോട്ട് പോയാലും അന്റാർട്ടിക്ക എത്തും. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പല സയൻസും പല ആചാരങ്ങളും നമ്മളുടെ എല്ലാ കൾച്ചേഴ്സും പണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ഇത് ഇങ്ങനെയല്ല ഭൂമി, ഇങ്ങനെയാണ് ഭൂമി എന്നും ഇങ്ങനെ ഇരിക്കുന്ന ഭൂമിയിൽ നിന്ന് ലോകത്തിന് ചുറ്റും ഒരു മതിൽ പണ്ട് പണിഞ്ഞുവെന്നും ആ മതിൽ ഇപ്പോഴും അവിടെ മഞ്ഞിൻ്റെ രൂപത്തിലുണ്ടെന്നുമാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ മോഡൽ കറക്റ്റാകും. ലോജിക്കലി ഞാൻ പറയാണ്, ഇന്ത്യയിൽ നിന്ന് സൗത്തിലോട്ട് പോയാൽ മതിലെത്തി അന്റാർട്ടിക്ക. അമേരിക്കയിൽ നിന്ന് നോർത്തിലോ സൗത്തിലോട്ട് പോയാലും മതിലെത്തി. ഏത് രാജ്യത്തു നിന്ന് ബാക്കിലോട്ട് പോയാലും ഈ മതിലാണ് എത്തുന്നത്. നമ്മൾ ഗ്ലോബിലാണോ നമ്മൾ ഫ്ലാറ്റ് പ്ലെയിനിലാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. ഐ ഹോപ്പ് വി ലിവ് ഇൻ എ ഗ്ലോബ്. പക്ഷേ കൂടുതൽ പഠിക്കും തോറും എനിക്കത് ഡൗട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതാണോ അല്ലയോ എന്നൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതുപോലുള്ളൊരു സാധനം നമ്മളിൽ നിന്ന് മറച്ചു വെക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ട്. അത് മാത്രമല്ല, ഇന്നേ വരെ ഒരു UFOസും ഒരു സിറ്റിയെയോ ഒരു രാജ്യത്തിനെയോ എവിടെ വന്ന് ബോംബിട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ഏളിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ തന്നെ നമ്മുടെ മനസ്സിൽ ഭീതിയാണ്. UFOസിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് മനസ്സിൽ തോന്നുന്നത്. എത്ര UFOs എത്ര രാജ്യത്തിനെയോ എത്ര പേരെ കൊന്നിട്ടുണ്ട്? ദ ആൻസർ ഈസ് 0. UFO എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് വേറെ ഡിബേറ്റ്. അഥവാ ഉണ്ടെങ്കിൽ എത്ര പേരെ റിയാലിറ്റിയിൽ കൊന്നിട്ടുണ്ട്, എത്ര മിസൈലുകൾ ഇട്ടിട്ടുണ്ട്? 0. പക്ഷേ എന്തിനാണ് എല്ലാ സിനിമയും എല്ലാ പോയട്രിയും നമ്മളിതിനെ എനിമീസ് ആയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം UFOs വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഷൂട്ടിങ്, ചേസ് ചെയ്യണ്ട, ലെറ്റ് ദം ലാൻഡ്. അതെന്താ നമ്മൾ ചെയ്യാത്തത്? ഒരു UFO വന്നു കഴിഞ്ഞാൽ ആദ്യമേ F-16 വിടുന്നു, സുഖോയ് വിടുന്നു, പോയി ചേസ് ചെയ്യുന്നു, മിസൈൽ വിടുന്നു. എടേ ലെറ്റ് ദം ലാൻഡ്. ഇതെന്തോന്ന് അറിയണ്ടേ? യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഇത് എന്താണെന്ന് അറിയണ്ടേന്നെങ്കിൽ ദേ വുഡ് ഹാവ് വെയിറ്റഡ്. പക്ഷെ അത് അവർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡ് ആര്യൻസും ആര്യാണീസും അതുപോലെ തന്നെ ആര്യപുത്രനായ രാമനുമായിട്ടുള്ള കണക്ഷൻസ് ആണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. ആര്യൻസ്, ആര്യാണീസ്, ആര്യപുത്ര, രാമ, ദേ ആർ കണക്റ്റഡ്. ഇത് നമ്മൾ ഒരു മിത്തോളജിയിലെ ആളുകൾ ഇപ്പുറത്ത് കോണ്ടിനെൻസിനെ പറ്റി എഴുതിയ കഥയാണോ എന്നുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയും. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. No, that's it. Yeah. So that's it, guys. Talk to you guys in the next video. Yeah. See ya. Bye. I love you. See ya.